ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേൺ സി എം എ ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാരത്തോൺ റിവിഷനിൽ നമ്മുടെ ലോയുടെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് റിവിഷൻ നമ്മൾ ഇട്ടിരുന്നു. സെക്കൻഡ് റിവിഷൻ ക്ലാസ്സുമാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും ഓക്കെയാണോ മക്കളെ? എല്ലാവരും റെഡിയാണോ? നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസി കോൺട്രാക്റ്റ്, കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ്, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ്, ടെർമിനേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്. അപ്പം എന്താണ് മക്കളെ കോസി കോൺട്രാക്റ്റ്? കോസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്റ്റ് ബട്ട് ദ കോർട്ട് റെക്കഗ്നൈസ് ദ റിലേഷൻ ആൻഡ് റിസൾട്ട് ഓഫ് ദിസ് ഒബ്ലിഗേഷൻ റിസംബിൾ ടു ദോസ് ഓഫ് കോൺട്രാക്റ്റ്. അതായത് നമ്മുടെ കോർട്ട് കുറച്ച് പേരുടെ റിലേഷൻ കണ്ടിട്ട് അവർ പറയുകയാണ് ഇവർ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് റെഫർ ടു ആൻ എഗ്രിമെൻറ്റ് ഇമ്പോസ്ഡ് ബൈ ലോ ഇമ്പോസ് ചെയ്യുന്ന എഗ്രിമെൻറ്റ്, ലോ ഇമ്പോസ് ചെയ്ത് കൊടുക്കുന്ന എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോസി കോൺട്രാക്റ്റ് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? ഒബ്ലിഗേഷൻസ് ഇമ്പോസ്ഡ് ബൈ ലോ. ഈ ഒരു ഒബ്ലിഗേഷൻസ് ഇമ്പോസ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞാൽ ലോ ഇമ്പോസ് ചെയ്യുന്ന കുറച്ച് ഒബ്ലിഗേഷൻസ് ഉണ്ട്, അവിടെ നമുക്ക് കോസി കോൺട്രാക്റ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയും. അതുപോലെ ലോ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് ഈ കോസി കോൺട്രാക്റ്റിനെ പറയാം. ഇതിൽ മെയിനായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോ ഒരു ടേം പറയുന്നുണ്ട്, നീമോ ഡിബറ്റ് ലൂക്കോ പ്ലാറ്ററി എസ് ലുവന ജസ്റ്റുവ. അതായത് നോ മാൻ ഷുഡ് ഗ്രോ റിച്ച് അറ്റ് എക്സ്പെൻസ് ഓഫ് ദ അതർ. മറ്റൊരാളുടെ ബെനിഫിറ്റ് കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ പൈസ കൊണ്ട് ഒരാൾ ഇവിടെ പണക്കാരനാവണ്ട എന്നാണ് ലോ റെക്കഗ്നൈസ് ചെയ്ത് പറയുന്നത്. അതാണ് കോസി കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ലോ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രണ്ട് ടേമും എക്സാമിന് ചോദിച്ചേക്കാം. കോസി കോൺട്രാക്റ്റ് എന്ന് മാത്രം ചോദിക്കത്തില്ലായിരിക്കും ചിലപ്പം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് ലോ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്താണ്. അപ്പം നിങ്ങൾ വിചാരിച്ചോണം ഇതൊരു കോസി കോൺട്രാക്റ്റ് ആണ് എന്ന് വിചാരിച്ചോണം. നമ്മൾ ടൈപ്പ് ഓഫ് കോസി കോൺട്രാക്റ്റ് പഠിച്ചിരുന്നു സെക്ഷൻ 68 തൊട്ട് സെക്ഷൻ 72 വരെ. ഫസ്റ്റ് നമ്മൾ പഠിച്ച എന്താ, ഒരു ഇൻകാപ്പബിളായ പേഴ്സണ് എന്തെങ്കിലും നെസസിറ്റീസ് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ആ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത അവരുടെ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും നെസസിറ്റീസ് നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇൻകാപ്പബിളായ പേഴ്സൺ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്തതിന് പകരമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുത്ത ആ ഒരു നമുക്ക് വന്ന എക്സ്പെൻസ് ഉള്ള ആ എക്സ്പെൻസ് അവരുടെ പ്രോപ്പർട്ടി നമുക്ക് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും. രണ്ടാം സെക്ഷൻ 69 നമ്മൾ എന്താ പഠിച്ചത്? റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് പേഴ്സൺ പേയിങ് മണി ഡ്യൂ ബൈ അനദർ ഇൻ പേയ്മെൻറ്റ് ഓഫ് വിച്ച് ഹീസ് ഇൻട്രസ്റ്റഡ്. നമ്മൾ ഒരാളുടെ ഇൻട്രസ്റ്റ്, അയാളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ അയാൾക്ക് വേണ്ടി വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ആ എമൗണ്ട് നമ്മൾ ആർക്ക് വേണ്ടിയാണോ കൊടുത്തത് ആ ആൾ നമുക്കത് തിരിച്ച് തരാം, അത് ആ ആളുടെ നമുക്ക് തിരിച്ച് റീഇംബേഴ്സ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് സെക്ഷൻ 69 പറഞ്ഞത്. തേർഡ് വൺ, ഒബ്ലിഗേഷൻ ഓഫ് പേഴ്സൺ എൻജോയിങ് ബെനിഫിറ്റ് ഓഫ് നോൺ ഗ്രാറ്റുവിറ്റീസ് ആക്ട്. എന്തെങ്കിലും ഒരു നോൺ ഗ്രാറ്റുവിറ്റീസ് ആക്ടിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ പേഴ്സൺ നമുക്ക് റീഇംബേഴ്സ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് സെക്ഷൻ 69 പറയുന്നത്. ഇനി സെക്ഷൻ 70 പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഫൈൻഡർ ഓഫ് ഗുഡ്സ്. അതായത് ഫൈൻഡർ ഓഫ് ഗുഡ്സ് റെസ്പോൺസിബിലിറ്റി പോലെ ആയിരിക്കണം നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അതായത് എന്താ അവിടെ മെയിനായിട്ട് അവർ പറഞ്ഞത്, ബെയിലിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണോ അതേ സെയിം റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം ഫൈൻഡർ ഓഫ് ഗുഡ്സിനെയും റെസ്പോൺസിബിലിറ്റി. ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കളഞ്ഞ് പോയിട്ട് കിട്ടുകയാണെങ്കിൽ അതിന് നമുക്ക് ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ഒരു കിലോ ആപ്പിൾ കളഞ്ഞു പോയി, അല്ലെങ്കിൽ എൻ്റെ ഒരു പട്ടിക്കുട്ടി കളഞ്ഞു പോയി, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ കീ കളഞ്ഞു പോയി. അപ്പം ഇത് ആ കിട്ടുന്ന ഏത് പേഴ്സണാണോ ആ ഒരു പേഴ്സണെ നമ്മൾ ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞത്. ആ ഫൈൻഡർ ഓഫ് ഗുഡ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെ ആയിരിക്കണം? ബെയിലിയുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം ആ ഫൈൻഡർ ഓഫ് ഗുഡ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതാണ് സെക്ഷൻ 71 പറഞ്ഞത്. ഇനി സെക്ഷൻ 72 എന്താ പറഞ്ഞത്? ലയബിലിറ്റി ഓഫ് പേഴ്സൺ ടു ഹൂം മണി ഈസ് പെയ്ഡ് ഓർ തിങ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേഷൻ. അതായത് കൊയേഷൻ വഴിയോ മിസ്റ്റേക്ക് വഴിയോ ഏതെങ്കിലും ഒരു പേഴ്സൺ എന്തെങ്കിലും മണി ഡെലിവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മണി അവരുടെ നിന്ന് റീഇംബേഴ്സ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? മിസ്റ്റേക്ക് വഴി കൊയേഷൻ വഴി ആയിക്കോട്ടെ, ആ ഒരു മണി അവർക്ക് ആ ഒരു പേഴ്സണിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്ത് കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? ആ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പം ആ രണ്ട് പേഴ്സൺ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോസി കോൺട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയാണ് കോസി കോൺട്രാക്റ്റ് മെയിനായിട്ട് പറയാനുള്ളത്. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ് ആണ്. എന്താ മക്കളെ കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ്? കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ് മീൻസ് കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം കൊളാട്രൽ ഈവൻ ടു സച്ച് കോൺട്രാക്ട് ഡസ് നോട്ട് ഹാപ്പൻ. എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയോ അല്ലെങ്കിൽ നടക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനാണ് നമ്മൾ കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ്, നമുക്ക് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ഇൻഡെമിനിറ്റി, ഇതിനൊക്കെ നമുക്ക് കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ് ആയിട്ട് പറയാം. അതൊക്കെ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ് പറയുന്നത്. സെക്ഷൻ 31 ആണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫോളോയിങ് ആർ ദ എസെൻഷ്യൽസ് ഓഫ് കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ്. അപ്പം ഈ ഒരു കണ്ടീജൻറ്റ് കോൺട്രാക്റ്റിന് കുറച്ച് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട്. ദെയർ മസ്റ്റ് ബി കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുന്ന കോൺട്രാക്റ്റിന് നമുക്ക് കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയാം. അതുപോലെ ദ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് സം ഈവൻറ്റ് ഇൻ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ഈവൻറ്റിനെ സംബന്ധിച്ചായിരിക്കണം ആ ഒരു ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ഈവൻറ്റ് ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പെർഫോം ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ്. ദ ഈവൻ മസ്റ്റ് ബി അൺസർട്ടൺ. ഇത് ഒരിക്കലും നിശ്ചിതമുള്ള കോൺട്രാക്റ്റ് അൺസർട്ടൺ ആണ്.
അനിശ്ചിതമായിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ്. ദ ഈവൻ മസ്റ്റ് ബി കൊളാട്രൽ ഓർ ഇൻസിഡൻ്റൽ. ഈ ഒരു ഈവൻ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് കൊളാട്രൽ അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ ആണ്. അപ്പം ഈ ഒരു കണ്ടീജൻറ്റ് കോൺട്രാക്റ്റ് റെസിപ്രോക്കൽ പ്രോമിസ് ഒന്നും ഇല്ല. അതുപോലെ കൊളാട്രൽ ഈവൻസ് ആർ ഈവൻസ് വിച്ച് ആർ നോട്ട് എ പാർട്ട് ഓഫ് കോൺട്രാക്റ്റ്. കൊളാട്രൽ ഈവൻസ് എന്ന് പറയുന്നത് ആ ഒരു ഈവൻറ്റ് നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ പാർട്ടേ അല്ല. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ലൈഫ് ഇൻഷുറൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ വായിച്ചു പോയത്. ഓക്കെ, നമ്മളിപ്പം ഞാൻ കോസി കോൺട്രാക്ട് ഡിസ്കസ് ചെയ്തു. അതുപോലെ ടൈപ്പ് ഓഫ് കോസി കോൺട്രാക്റ്റ്, പിന്നെ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി ആ കോൺട്രാക്റ്റ് അവിടെ നിന്ന് പോവാം. അപ്പം അത് ഇവർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് നിൽക്കുന്നൊരു മോഡാണ്. ഒരു കുറച്ച് മോഡ്സ് വരെ നമ്മൾ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത് നിൽക്കുന്നൊരു മോഡാണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്. ഇറ്റ് ഈസ് ദ കംപ്ലീഷൻ ഓർ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഒബ്ലിഗേഷൻ ബൈ ദ റെസ്പെക്റ്റീവ് പാർട്ടീസ് ഓഫ് ദ കോൺട്രാക്റ്റ്. അതായത് ആ ഒരു കോൺട്രാക്റ്റുള്ള പാർട്ടീസ് അവരുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് 2 ടൈപ്പ് ഉണ്ട്. പെർഫോം ദ റെസ്പെക്റ്റീവ് പ്രോമിസസ് അല്ലെങ്കിൽ ഓഫർ ടു പെർഫോം ദ സെയിം അൺലെസ് സച്ച് പെർഫോമൻസ് ഈസ് dispensed with or execute under the provision of any other law. അങ്ങനെ 2 രീതി ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റുന്ന അവർ പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടീജൻ കോൺട്രാക്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. വേഗറിംഗ് എഗ്രിമെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഒരു ബെറ്റ് രീതിയിലൊരു എഗ്രിമെൻറ്റ് നടത്തുകയാണെങ്കിൽ അത് നമുക്ക് വേഗറിംഗ് എഗ്രിമെൻറ്റ് എന്ന് പറയാം. അത് വോയിഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ ഗെയിം ഓഫ് ചാൻസ്. ഒരു ചാൻസ്, ഇപ്പോൾ ഇന്ന് മഴ പെയ്താൽ ഞാൻ നിനക്ക് 1000 രൂപ തരാമെന്ന് ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞാൽ അതെന്തോ കോൺട്രാക്റ്റ്, അതൊരു വേഗറിംഗ് എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആണ്. ക്ലിയർ. ഇനി കോൺട്രാക്റ്റ് പെർഫോംഡ് ബൈ ഹോം, ഇത് നമ്മൾ റെഗുലർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. കോൺട്രാക്റ്റ് ബി പെർഫോംഡ് ബൈ ഹോം, ആരാണ് കോൺട്രാക്റ്റിൽ പെർഫോം ചെയ്യേണ്ടത്, ആരൊക്കെയാണ് കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ടത്, അത് ഒരു 5 ആൾക്കാർ അവിടെ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത് പ്രോമിസർ ഹിംസെൽഫ്, സെക്കൻഡ് വൺ ഏജൻറ്റ്, തേർഡ് വൺ റെപ്രസെൻറ്റേറ്റീവ്സ്, ഫോർത്ത് വൺ തേർഡ് പേഴ്സൺ, ഫിഫ്ത്ത് വൺ ജോയിൻറ്റ് പ്രോമിസേഴ്സ്. അതിൽ ഫസ്റ്റ് പ്രോമിസേഴ്സ് ഹിംസെൽഫാണ്. നമ്മൾ ആരാണോ പ്രോമിസ് കൊടുക്കുന്ന ആ ഒരു വ്യക്തി ആയിരിക്കണം കോൺട്രാക്റ്റിൽ ജനറലി പെർഫോം ചെയ്യണത്. ഇപ്പം ഞാൻ ഒരാൾക്ക് ഓഫർ കൊടുത്തെങ്കിൽ അപ്പം എന്നെ എന്തോ വിളിക്കുന്നത്, എന്നെ പ്രോമിസർ എന്നാണ് വിളിക്കുന്നത്. അപ്പം പ്രോമിസറായി ഞാനായിരിക്കണം ആ ഒരു കോൺട്രാക്റ്റിൽ പെർഫോം ചെയ്യേണ്ടത്. അതാണ് അവർ പറയുന്നത്. ഇറ്റ് ഈസ് അപ്പിയറൻസ് ഫ്രം ദ നേച്ചർ ഓഫ് ദ കേസ് ഇറ്റ് വാസ് ദ ഇൻറ്റൻഷൻ ഓഫ് ദ പാർട്ടീസ് ടു എനി കോൺട്രാക്ട് ദാറ്റ് എനി പ്രോമിസ് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ് നീഡ്സ് ടു ബി പെർഫോംഡ് ബൈ ദ പ്രോമിസർ ഹിംസെൽഫ്. സച്ച് പ്രോമിസ് മസ്റ്റ് ബി പെർഫോംഡ് ബൈ ദ പ്രോമിസർ. അതായത് എന്നെക്കൊണ്ട് പറ്റുന്ന, അതായത് ഞാനുള്ളപ്പം ഞാനായിരിക്കണം ആ കോൺട്രാക്റ്റിൽ, ഞാൻ എക്സിസ്റ്റ് ആയിരിക്കപ്പം അല്ലെങ്കിൽ ഞാൻ ജീവനോടുള്ളപ്പം ഞാനായിരിക്കണം ആ കോൺട്രാക്റ്റിൽ പെർഫോം ചെയ്യാമെന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഞാനായിരിക്കണം ആ കോൺട്രാക്റ്റ് ജനറലി പെർഫോം ചെയ്യേണ്ടത്. ഇനി ആ ഒരു കോൺട്രാക്റ്റ് പേഴ്സണൽ സ്കില്ല് ഉപയോഗിച്ചോ ഡിലിജൻസ് ഒക്കെ ഉപയോഗിച്ചോളാം. ഞാനിപ്പം ഭയങ്കര പടം വരയ്ക്കാൻ അറിയാവുന്ന ഒരാളാണ് എങ്കിൽ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഞാൻ ഏർപ്പെടുന്നെങ്കിൽ പോലും അവിടെ എനിക്ക് മാത്രമേ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഞാൻ ഇല്ലെങ്കിൽ പോലും ആ കോൺട്രാക്റ്റ് മറ്റാർക്കും പെർഫോം ചെയ്യാൻ പറ്റും. എൻ്റെ റെപ്രസെൻറ്റേറ്റീവിനോ എൻ്റെ ഏജൻറ്റിനോ ആർക്കും ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സ്കില്ല് ഉപയോഗിച്ചോ നമ്മുടെ പേഴ്സണൽ സ്കില്ല് ഉപയോഗിച്ചോ ഡിലിജൻസ് ഒന്നും ഉപയോഗിച്ച് ചെയ്യാത്തൊരു കോൺട്രാക്റ്റ് ആണെങ്കിൽ എനിക്ക് പകരം ആർക്കൊക്കെ അവിടെ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റും, ഏജൻറ്റിന് പെർഫോം ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റേറ്റീവിന് പെർഫോം ചെയ്യാൻ പറ്റും, ഒരു തേർഡ് പേഴ്സണ് പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു ജോയിൻറ്റ് പ്രോമിസ് ആണെങ്കിൽ അത് മറ്റുള്ള ജോയിൻറ്റ് പ്രോമിസേഴ്സിന് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ പറയുന്നത്. പേഴ്സണൽ സ്കില്ല് ഉപയോഗിച്ചുള്ളതാണെങ്കിൽ അവിടെ എനിക്ക് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഏജൻറ്റിൻ്റെ കേസിൽ എന്താ പറഞ്ഞത്, അതായത് പ്രോമിസർ ആരെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവിനോ അല്ലെങ്കിൽ ഒരു ഏജൻറ്റിനൊക്കെ എംപ്ലോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ പ്രോമിസറിന് ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ് എങ്കിൽ അവിടെ ആർക്ക് പെർഫോം ചെയ്യാൻ പറ്റും, ആ ഒരു ഏജൻറ്റിന് നമ്മുടെ പ്രോമിസർ എംപ്ലോയ് ചെയ്യപ്പെട്ട ഏജൻറ്റിന് പെർഫോം ചെയ്യാൻ പറ്റും. റെപ്രസെൻറ്റേറ്റീവിൻ്റെ കാര്യത്തിൽ അത് തന്നെ നമ്മുടെ പ്രോമിസറിന് അതിനകത്ത് കോൺട്രാക്റ്റിൻ്റെ മെയിനായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോമിസർ മരണപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് എങ്കിൽ അവിടെയും നമ്മുടെ പ്രോമിസറിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്ക് ആ ഒരു കോൺട്രാക്റ്റ് പേഴ്സണൽ സ്കില്ലല്ലാത്ത മറ്റേത് കോൺട്രാക്റ്റിലും ഏജൻറ്റിനായാലും റെപ്രസെൻറ്റേറ്റീവിനായാലും തേർഡ് പേഴ്സണായാലും ജോയിൻറ്റ് പ്രോമിസേഴ്സിനായാലും പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി തേർഡ് പേഴ്സൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇഫ് ദ പ്രോമിസ് അക്സെപ്റ്റ് ദ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് ബൈ എ തേർഡ് പേഴ്സൺ ഹി കനോട്ട് ആഫ്റ്റർവേർഡ്സ് എൻഫോഴ്സ് ഇറ്റ് അഗൈൻസ്റ്റ് ദ പ്രോമിസർ. അവിടെയും എന്താ ഇപ്പം
നമ്മുടെ പ്രോമിസറിന് പെർഫോം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവർ തേർഡ് പേഴ്സൺ ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. പിന്നെ ജോയിൻറ്റ് പ്രോമിസസിൻ്റെ കാര്യം പലപ്പോഴും കേസ് സ്റ്റഡി ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോഴും ഒരു കേസ് സ്റ്റഡി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജോയിൻറ്റ് പ്രോമിസസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ജോയിൻറ്റ് പ്രോമിസസിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പം ഒന്നിലധികം പ്രോമിസസ് അല്ലെങ്കിൽ ഒന്നിലധികം പ്രോമിസീസോ ഉണ്ട് എങ്കിൽ അത് നമുക്ക് ജോയിൻറ്റ് കോൺട്രാക്റ്റ് എന്നൊക്കെ പറയാം. ഇപ്പം ജോയിൻറ്റ് പ്രോമിസസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നിലധികം ആൾക്കാർ ചേർന്ന് ഒരു വ്യക്തിക്ക് ഓഫർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രോമിസസ്, അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ ചേർന്ന് 2-3 വ്യക്തികൾക്ക് ഓഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രോമിസസ് എന്ന് പറയുന്നത്. അപ്പം അതിലേതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഒരു വ്യക്തിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ബാക്കിയുള്ള ഇപ്പം എയും ബിയും സിയും കൂടെ ചേർന്ന് ഡിക്ക് ഓഫർ കൊടുക്കുന്നെങ്കിൽ എക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബിക്കും സിക്കും കൂടെ ചേർന്ന് ആ ഡിയോടുള്ള ആ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ജോയിൻറ്റ് പ്രോമിസസിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഇനി ഒരു ജോയിൻറ്റ് പ്രോമിസസ് മരണപ്പെട്ടു പോയി, ബാക്കി 2 ജോയിൻറ്റ് പ്രോമിസസ് അവർ ജീവനോടെ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 2 ജോയിൻറ്റ് പ്രോമിസസും മരണപ്പെട്ടു പോയ ഒരു പ്രോമിസറിന് പകരമായിട്ട് അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവും കൂടെ ആ ഒരു ഡിയോട് ചേർന്ന ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റും. ഡി എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ എല്ലാ ജോയിൻറ്റ് പ്രോമിസസും എല്ലാ ജോയിൻറ്റ് പ്രോമിസസും മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവരുടെ 3 പേരുടെയും ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ചേർന്ന് വേണം ഡിയോടുള്ള ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യാൻ. ഓക്കെ, അതാണ് ജോയിൻറ്റ് പ്രോമിസസിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഹൂ ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ്, അതായത് ഒൺലി പ്രോമിസ് ക്യാൻ ഡിമാൻഡ് ദ പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഫോർ ബെനിഫിറ്റ് ഓഫ് ദ പ്രോമിസ് ഓർ എനി അതർ പേഴ്സൺ. അതായത് ആർക്കാണ് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോമിസിക്ക് ആയിരിക്കണം ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി ഡിമാൻഡ് ചെയ്യപ്പെടാൻ ജനറലി പറ്റുന്നത്. ഇനി പ്രോമിസ് ഇല്ലാത്ത സാഹചര്യത്തിൽ തേർഡ് പാർട്ടിക്കോ അല്ലെങ്കിൽ ആ ഒരു പ്രോമിസ് റെപ്രസെൻറ്റേറ്റീവ് നിൽക്കുന്ന ആൾക്കോ ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് പെർഫോമൻസ്, ആക്ച്വൽ പെർഫോമൻസ് ഉണ്ട്, അറ്റൻഡ് പെർഫോമൻസ് ഉണ്ട്. ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്തു, ആ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്ത് ആ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഇനി അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരാൾക്കൊരു ഓഫർ കൊടുത്തു, അയാൾ ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ല, പക്ഷേ ഞാൻ അവിടെ അറ്റംപ്റ്റ് നടത്തി, അതിനെ നമുക്ക് അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ എനിക്ക് ടെൻഡർ ഓഫ് പെർഫോമൻസ് എന്നും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി ടൈപ്പ് ഓഫ് ടെൻഡർ ഓഫ് ഗുഡ്സ് ആവാം, ടെൻഡർ ഓഫ് മണി ആവാം. അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഓഫ് പ്രോമിസ് ടു ഡു സംതിങ്, ടെൻഡർ ഓഫ് മണി ആണെങ്കിൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഓഫ് പ്രോമിസ് ടു പേ സംതിങ്. മറ്റത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് പ്രോമിസ് കൊടുക്കുന്നതിനാണ് നമ്മൾ അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്നും. ടെൻഡർ ഓഫ് മണി എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഓഫ് മണി പ്രോമിസ് ടു പേ സംതിങ്. ഒരാൾക്ക് എന്തെങ്കിലും നമ്മൾ പേ ചെയ്യാമെന്ന് പറയുന്നതിൽ പ്രോമിസ് പെർഫോം ചെയ്യുന്ന ഒരു അറ്റംപ്റ്റ് നടത്തുന്നതിനാണ് നമുക്ക് ടെൻഡർ ഓഫ് മണി എന്ന് പറയുന്നത്. ഇനി എസെൻഷ്യൽ ഓഫ് വാലിഡ് ടെൻഡർ മസ്റ്റ് ബി അൺകണ്ടീഷണൽ ആയിരിക്കണം. ഈ ഒരു ടെൻഡർ ഓഫ് പെർഫോമൻസ് അൺകണ്ടീഷണൽ ആയിരിക്കണം. രണ്ടാമത്തത് മസ്റ്റ് ബി ഫോർ ദ ഹോൾ ഒബ്ലിഗേഷൻ. എല്ലാ ഒബ്ലിഗേഷൻസും അവിടെ മുഴുവനായിട്ടും നമ്മൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. മുഴുവനായിട്ട് ആ മുഴുവൻ ബാധ്യതയും ആ ആൾക്കായിരിക്കണം. പെർഫോം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കായിരിക്കണം. ഇനി മസ്റ്റ് ബി ഗിവൺ ദ പ്രോപ്പർ ടൈം നൽകിയിരിക്കണം, പ്രോപ്പർ പ്ലേസ് കൊടുത്തിരിക്കണം. അതുപോലെ ഓപ്പർച്യൂണിറ്റി ഓഫ് ഇൻസ്പെക്ഷൻ ഒരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി നൽകിയിരിക്കണം. ഇൻസ്പെക്ട് ചെയ്യാനുള്ള റീസണബിൾ ഓപ്പർച്യൂണിറ്റി നൽകിയിരിക്കണം. പിന്നെ അതുപോലെ പാർട്ടി giving tender must be willing to perform his obligation, must be made to the proper person, must be made for the exact amount of money. അപ്പം ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോഴാണ് ആ ഒരു വാലിഡ് ടെൻഡർ ഓഫ് പെർഫോമൻസ് വാലിഡ് ആവുന്നതെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി ജോയിൻറ്റ് പ്രോമിസിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ജോയിൻറ്റ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസർ ചേർന്ന് 2-3 പ്രോമിസിക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം ഒന്നോ അതിലധികമോ പ്രോമിസർ ചേർന്ന് ഒരു പ്രോമിസിയായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ പ്രോമിസേഴ്സ് ചേർന്ന് ഒന്നോ അതിലധികമോ പ്രോമിസീസിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും. 2 പ്രോമിസറും 2 പ്രോമിസിയും വെച്ച് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും. ഒരു പ്രോമിസറും 2 പ്രോമിസിയും വെച്ച് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും. അങ്ങനെയുള്ളൊരു കേസിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രോമിസ് എന്നൊക്കെ പറയുന്നത്. നോക്കാം. വെൻ 2 or more person entered into a joint agreement with 1 or more person, it is known as joint promise. അതായത് ഒന്നോ അതിലധികമോ പേഴ്സൺസ് ചേർന്ന് ഒരു എഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ ജോയിൻറ്റ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് പ്രോമിസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് പാസ് ഓവർ ഫ്രം ദ വൺ പേഴ്സൺ ടു അനദർ. അതായത് ഒരു പേഴ്സണെ കടന്ന് മറ്റൊരു പേഴ്സണിലേക്ക് അത് പാസ് ചെയ്യുമ്പോഴാണ് ഡെവല്യൂഷനായി മാറുന്നത്. ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസ് 2 പ്രോബ്ലം അറൈസസ്. അതായത്
ഞാൻ നല്ലപോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡെവല്യൂഷൻ്റെ മീനിങ് എന്താണ്. അപ്പം ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടു പാസ് ഓവർ ഫ്രം ദ വൺ പേഴ്സൺ ടു അനദർ ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസ് ടു പ്രോബ്ലം അറൈസസ്. അതായത് ഡെവല്യൂഷൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണെ ഓവർ ചെയ്തുകൊണ്ട് മറ്റൊരു പേഴ്സൺ നമ്മളൊരു കാര്യം കൈമാറുന്നതിനാണ്, പാസ് ചെയ്യുന്നതിനെയാണ് ഡെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡെവല്യൂഷൻ നമ്മുടെ ജോയിൻറ്റ് പ്രോമിസിൻ്റെ കേസിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത് പറഞ്ഞാൽ ഹൂസ് ലൈബിൾ ടു പെർഫോം ദ പ്രോമിസ് പെർഫോം ചെയ്യാൻ ലൈബിൾ ആവുന്നത് ആരൊക്കെയാണ്, അതിന് നമുക്ക് എന്തും കൂടെ പറയാം, ലൈബിലിറ്റി ഓഫ് ജോയിൻറ്റ് പ്രോമിസേഴ്സ് എന്ന് പറയാം. ഓഫർ കൊടുക്കുന്ന കുറച്ച് പേഴ്സൺസിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രോമിസേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ ലൈബിലിറ്റിയാണ് ഹൂ ഈസ് ലൈബിൾ ടു പെർഫോം ദ പ്രോമിസ്. അവർ ചെയ്യേണ്ട കാര്യങ്ങളാണത്. അതായത് പ്രോമിസ് പെർഫോം ചെയ്യാൻ വേണ്ടി ലൈബിൾ ആവുന്നത് ആരൊക്കെയാണ്, അപ്പം അവരെയാണ് നമുക്ക് എന്താ പറയുന്നത് ജോയിൻറ്റ് പ്രോമിസേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈബിലിറ്റി ഓഫ് ജോയിൻറ്റ് പ്രോമിസേഴ്സ് എന്ന് നമുക്ക് പറയാം. ഇനി ഹൂ ക്യാൻ ഡിമാൻഡ് സച്ച് പെർഫോമൻസ്, ആർക്കാണ് ആ ഒരു പെർഫോമൻസ്, ആ സച്ച് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാൻ കഴിയുന്നത് ആരൊക്കെയാണ്, അവരെ നമുക്ക് എന്തോ പറയാം, ജോയിൻറ്റ് പ്രോമിസി എന്ന് പറയാം. ജോയിൻറ്റ് പ്രോമിസി അതായത് ലൈബിൾ ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ് ആ ഒരു പ്രോമിസ് പെർഫോം ചെയ്യേണ്ടത് ലൈബിൾ ആവുന്നത് അവർ നമുക്ക് ജോയിൻറ്റ് പ്രോമിസസ് എന്നും, ആർക്കാണോ ആ ഒരു പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് അവരെ നമുക്ക് ജോയിൻറ്റ് പ്രോമിസസ് എന്ന് പറയാം. അപ്പം നമ്മൾ ഹൂ ഈസ് ലൈബിൾ ടു പെർഫോം ദ പ്രോമിസിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി ഓഫ് ജോയിൻറ്റ് പ്രോമിസേഴ്സും ഹൂ ക്യാൻ ഡിമാൻഡ് സച്ച് പെർഫോമൻസിനെ കാര്യത്തിൽ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ റൈറ്റ്സ് ഓഫ് ജോയിൻറ്റ് പ്രോമിസീസുമാണ്. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ജോയിൻറ്റ് പ്രോമിസസിൻ്റെ ലൈബിലിറ്റി, അവർക്ക് എന്തൊക്കെ ബാധ്യതകളുണ്ട്. സെക്കൻഡ് വൺ ജോയിൻറ്റ് പ്രോമിസസിൻ്റെ റൈറ്റ്, അവർക്ക് എന്തൊക്കെ അവകാശമുണ്ടെന്നാണ് സെക്കൻഡ് വൺ നമ്മൾ പഠിക്കുന്നത്. ഒരാളുടെ ജോയിൻറ്റ് പ്രോമിസിനെ സംബന്ധിച്ച് അവരുടെ ലൈബിലിറ്റിയും ജോയിൻറ്റ് പ്രോമിസിനെ സംബന്ധിച്ച് അവരുടെ റൈറ്റുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഒന്നാമത്തെ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് ലൈബിലിറ്റി ഓഫ് ജോയിൻറ്റ് പ്രോമിസേഴ്സ് ആണ്. അതിൽ നോക്കിക്കേ സെക്ഷൻ 42 ആണ് പറയുന്നത്. ഇഫ് 2 or more person ഹാവ് മെയ്ഡ് ജോയിൻറ്റ് പ്രോമിസ് ഓർഡിനറിലി ഓൾ ഓഫ് ദം ഡ്യൂറിങ് ദെയർ ലൈഫ് ടൈം മസ്റ്റ് ജോയിൻറ്റ്ലി ഫുൾഫിൽ ദ പ്രോമിസ്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എനി ഓഫ് ദം ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ജോയിൻറ്റ്ലി വിത്ത് ദ സർവൈവർ ഓർ സർവൈവർ ഷുഡ് ടു ഡു സോ. അതിലെന്താ പറയുന്നത് നോക്കിക്കേ. അതായത് ജോയിൻറ്റ് പ്രോമിസേഴ്സോ അല്ലെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവുകളോ ജോയിൻറ്റ്ലി ചേർന്ന് വേണം ആ ഒരു പ്രോമിസ് പെർഫോം ചെയ്യാൻ വേണ്ടി. അതാണ് സെക്ഷൻ 42 പറഞ്ഞത്. നമുക്ക് സിമ്പിളാക്കി എങ്ങനെ പറയാൻ പറ്റും, ദ ജോയിൻറ്റ് പ്രോമിസേഴ്സ് ഓർ ദെയർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് മസ്റ്റ് ജോയിൻറ്റ്ലി പെർഫോം ദ പ്രോമിസ്. അതായത് ഇപ്പം എയും ബിയും സിയും കൂടെ ചേർന്ന് നമ്മുടെ എക്സിനും വൈക്കും കൂടെ ജോയിൻറ്റ്ലി ചേർന്ന് ഒരു 15,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. 15,000 രൂപ കൊടുക്കാമെന്ന് അവർ പ്രോമിസ് ചെയ്തു. എയും ബിയും സിയും ആണ് അവിടുത്തെ ജോയിൻറ്റ് പ്രോമിസേഴ്സ്, എക്സും വൈയും അവിടുത്തെ ജോയിൻറ്റ് പ്രോമിസീസ്. അപ്പം എയും ബിയും സിയും ചേർന്ന് കടത്തിന് നമ്മുടെ എക്സിനും വൈക്ക് 15,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊരു എഗ്രിമെൻ്റ് അല്ല, അതൊരു കോൺട്രാക്റ്റാണ്, അതൊരു എക്സാമ്പിളാണ്. അതിനാണ് ഒരു ജോയിൻറ്റ് പ്രോമിസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, എക്സാമ്പിൾ മനസ്സിലായെന്ന് വിശ്വസിക്കുക. അപ്പം അത് എ എന്ന് പറഞ്ഞൊരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ ബിയും സിയും നമ്മുടെ എക്ക് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് കാണുമല്ലോ, ആ ലീഗൽ റെപ്രസെൻറ്റേറ്റീവും കൂടെ ചേർന്ന് വേണം ആ ഒരു കോൺട്രാക്റ്റ്, ആ ഒരു ജോയിൻറ്റ് പ്രോമിസ് എന്ന് പറഞ്ഞ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി. ഓക്കെ, ക്ലിയർ ആണോ? അതായത് അവർ പറയുന്നത് എന്താ, ഒരു പ്രോമിസർ മരണപ്പെടുകയാണെങ്കിൽ ജോയിൻറ്റ് പ്രോമിസേഴ്സിൽ ഒരു പ്രോമിസർ മരണപ്പെടുകയാണെങ്കിൽ ബാക്കി സർവേ ചെയ്യുന്ന 2 ജോയിൻറ്റ് പ്രോമിസറും ആ മരണപ്പെട്ടു പോയ ജോയിൻറ്റ് പ്രോമിസറിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനോട് ചേർന്ന് വേണം ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ആ പ്രോമിസ് പെർഫോം ചെയ്യാൻ വേണ്ടി. ഇനി എല്ലാ ജോയിൻറ്റ് പ്രോമിസേഴ്സിൽ എല്ലാവരും മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ജോയിൻറ്റ്ലി ചേർന്നിട്ട് വേണം ആ ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ. ഓക്കെ, അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓൺ ദ ഡെത്ത് ഓഫ് ഓൾ പ്രോമിസേഴ്സ് ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഓൾ ഓഫ് ദം മസ്റ്റ് ജോയിൻറ്റ്ലി ഫുൾഫിൽ ദ പ്രോമിസ്. അപ്പം ഈ ഒരു റൂൾ നമുക്ക് എന്തോ പറയാൻ പറ്റും, ഡെവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയാം. ഡെവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് ലയബിലിറ്റീസ്, അതായത് ഡെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുത്തുനിന്ന് മറ്റൊരാളിലേക്ക് കൈമാറി പോകുന്നതിനെയാണ്, പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെവല്യൂഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം ഡെവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് ലയബിലിറ്റീസിൻ്റെ ഡെവല്യൂഷനാണ് അവിടെ പറഞ്ഞത്. ആ റൂളിനെ പറഞ്ഞ പേരാണ് ദ റൂൾ ഈസ് കാൾഡ് ദ ഡെവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് ലയബിലിറ്റീസ് എന്നൊക്കെ നമുക്ക് പറയാം. വേണം നിങ്ങൾക്ക് അതിന് കൂടെ ഇതും കൂടെ എഴുതി വെക്കാം. ഡെവല്യൂഷൻ മീൻസ് പാസിങ് ഓവർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതാണ് സെക്ഷൻ 42 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സെക്ഷൻ 43 എന്താ പറയുന്നത്, ദ പ്രോമിസി മസ്റ്റ് കമ്പൽ എനി വൺ ഓഫ് ദ ജോയിൻറ്റ് പ്രോമിസസ് ടു പെർഫോം ദ പ്രോമിസ്. ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, എ ബി ആൻഡ് സി ജോയിൻറ്റ്ലി പ്രോമിസ്ഡ് ടു പേ rupees 30,000 to ഡി.
അതായത് എയും ബിയും സിയും കൂടെ ചേർന്ന് ഡിക്ക് 30,000 രൂപ പേ ചെയ്യാമെന്നൊരു പ്രോമിസ് കൊടുത്തിരുന്നു. ഇൻ ദിസ് കേസ് ഡി മേ കമ്പൽ എയ്തർ എ ഓർ ബി ഓർ സി ടു പേ ഹിം ദ ഹോൾ എമൗണ്ട് ഓഫ് ₹30,000. അതായത് നമ്മൾ ഡി പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എനിക്ക് എ ആവട്ടെ എയോ ബിയോ സിയോ നിങ്ങൾ ആര് വേണം തീരുമാനിച്ചോ, നിങ്ങൾ ഡിസ്കസ് ചെയ്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി തീരുമാനിച്ചോ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എനിക്ക് ഫുൾ എമൗണ്ട് 30,000 രൂപ തരണമെന്ന് പറഞ്ഞു. അവിടെ ഏതെങ്കിലും ഒരു ജോയിൻറ്റ് പ്രോമിസർ ആ എമൗണ്ട് കൊടുക്കാൻ വേണ്ടി കമ്പൽ ചെയ്യപ്പെടുന്ന കേസാണ് സെക്ഷൻ 43 പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ അത് എഴുതാം. ദ പ്രോമിസി മസ്റ്റ് കമ്പൽ എനി വൺ ഓഫ് ദ ജോയിൻറ്റ് പ്രോമിസസ് ടു പെർഫോം ദ പ്രോമിസ്. അതായത് ദ ലയബിലിറ്റി ഓഫ് ദ ജോയിൻറ്റ് പ്രോമിസസ് ഈസ് ജോയിൻറ്റ് ആൻഡ് സെവറൽ ആൻഡ് ദ പ്രോമിസി മേ കമ്പൽ എനി വൺ ഓർ മോർ ഓഫ് ദ ജോയിൻറ്റ് പ്രോമിസസ് ടു പെർഫോം ദ ഹോൾ പ്രോമിസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ടു ദ കോൺട്രറി. അതായത് എല്ലാ ജോയിൻറ്റ് പ്രോമിസേഴ്സും ആ ഒരു പെർഫോം ചെയ്യാൻ അവർ ലയബിളാണ്. ആ ജോയിൻറ്റ് പ്രോമിസ് എടുത്ത് എല്ലാവരും ആ ഒരു ജോയിൻറ്റ് പ്രോമിസേഴ്സ് എല്ലാവരും ചെയ്യാൻ ലയബിളാണ്. എങ്കിൽ പോലും ആ പ്രോമിസ് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എനിക്ക് ആ ഹോൾ എമൗണ്ട് തരാൻ വേണ്ടി കമ്പൽ ചെയ്യുക ഏതെങ്കിലും ജോയിൻറ്റ് പ്രോമിസർ. അതിപ്പോൾ എ ആവട്ടെ ബി ആവട്ടെ സി ആവട്ടെ. ഇപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് എ എടുക്കാം. അങ്ങനെയാണെങ്കിൽ എ ഫുൾ എമൗണ്ടും ഹോൾ എമൗണ്ടും നമ്മുടെ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഡിക്ക് കൊടുത്തു. പക്ഷേ എയും ഡി ആ ജോയിൻറ്റ് പ്രോമിസേഴ്സും പ്രോമിസ് തമ്മിലുള്ള കോൺട്രാക്റ്റ് അവിടെ ടെർമിനേറ്റ് ആയിപ്പോയി. അതവിടെ ഫുൾഫിൽ ചെയ്തു, അതൊരു കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്തു. എങ്കിൽ പോലും അവിടെ ജോയിൻറ്റ് പ്രോമിസസ് തമ്മിൽ കോൺട്രാക്റ്റ് പുതുതായിട്ട് ഉണ്ടാവുക. അതായത് എ കൊടുത്ത 30,000 രൂപ അവർ എത്ര രൂപ വെച്ചാൽ ഇപ്പം 30,000 ആണെങ്കിൽ എ 10,000 ബി 10,000 സി 10,000 അങ്ങനെ ആയിരിക്കും ഒരു പ്രോമിസ് കൊടുത്തിട്ടുള്ളത്. അപ്പം എയുടെ കയ്യിൽ നിന്ന് ഡിക്ക് കൊടുത്ത 30,000 രൂപയിൽ ബാക്കി കൊടുക്കാനുള്ള 2 പാർട്ട്നേഴ്സ് ബിയും സിയും കൂടെ ചേർന്ന് എയുടെ ആ പൈസ എയുടെ കയ്യിൽ നിന്ന് അവരുടെ കൂടെ ചേർത്ത പൈസ എ കൊടുത്തത്. അപ്പം എക്ക് കിട്ടാനുള്ള 20,000 രൂപ ബിയും സിയും കൂടെ ചേർന്ന് ജോയിൻറ്റ് പ്രോമിസറായി എക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എ എന്ന ആ ഒരു പ്രോമിസറിന് മറ്റ് 2 പ്രോമിസേഴ്സ് ചേർന്ന് ആ പൈസ പേ ചെയ്യണം. അത് അവർക്ക് മറ്റുള്ള ജോയിൻറ്റ് പ്രോമിസേഴ്സിന് ഈ ഒരു പ്രോമിസറിനുള്ള ലൈബിലിറ്റിയാണ്. ഓക്കെ, അതാണ് സെക്ഷൻ 43 പറയുന്നത്. ഇനി അതുപോലെ സെക്ഷൻ 43 അത് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്താ? റൈറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസേഴ്സ് എമംഗ് ദംസെൽവ്സ്. അതായത് അവിടെ ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞാൽ എയും ബിയും സിയും കൂടെ ചേർന്ന് 30,000 രൂപ ഡിക്ക് കൊടുക്കാമെന്ന് പ്രോമിസ് കൊടുത്തു. ഒരു ജോയിൻറ്റ് പ്രോമിസാണ് കൊടുത്തത്. ഡി ആണെങ്കിൽ എന്തോ ചെയ്തു, എക്കെതിരെ ഫയൽ സ്യൂട്ട് ചെയ്തു, എക്കെതിരെ കേസ് കൊടുത്തു. എ ആണെങ്കിൽ അപ്പോൾ എന്തോ ചെയ്തു, 30,000 രൂപയും ഡിക്ക് കൊടുത്തു. ഇവർ 3 പേരുടെ കൊടുക്കാനുള്ള പൈസ എ ആണെങ്കിൽ ഒറ്റയ്ക്ക് 30,000 രൂപ ഡിക്ക് കൊടുത്തു. അങ്ങനെയുള്ള കേസിൽ എക്ക് ആരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്ത് എടുക്കാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട്. ബിയുടെ കയ്യിൽ നിന്നും സിയുടെ കയ്യിൽ നിന്നും 10,000 രൂപ വെച്ച് 10,000 ഈച്ച് വെച്ച് ബിയുടെ കയ്യിൽ നിന്നും സിയുടെ കയ്യിൽ നിന്നും റിക്കവർ ചെയ്തെടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? നമ്മുടെ എക്കുണ്ട്. അതാണ് പറയുന്നത് റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസസ് എമംഗ് ദംസെൽവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് നമുക്ക് എങ്ങനെ എഴുതാം? വെൻ എ ജോയിൻറ്റ് പ്രോമിസർ ഹാഡ് ബീൻ കമ്പൽഡ് ടു പെർഫോം ദ ഹോൾ ഓഫ് ദ പ്രോമിസ് ഹി മേ compel the other joint promises to contribute equally with himself to the performance of the promise. നമുക്കത് അങ്ങനെ എഴുതിക്കൂടെ? ഇനി അതിൻ്റെ തേർഡ് കേസ് നോക്കിക്കേ. ജോയിൻറ്റ് പ്രോമിസേഴ്സ് ലയബിൾ ടു ഷെയർ ലോസസ് ഈക്വലി. അവർ പ്രോഫിറ്റ് മാത്രം ഈക്വൽ ആക്കിയാൽ മതി, ലോസസ് അവർ ഈക്വൽ ആക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എയും ബിയും സിയും കൂടെ ചേർന്ന് ജോയിൻറ്റ്ലി ചേർന്ന് നമ്മുടെ ഡിക്ക് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. 3,000 രൂപയാണ് പ്രോമിസ് കൊടുക്കുന്നത്. ഓക്കെ, എ വാസ് കമ്പൽഡ് ടു പേ ദ എൻറ്റയർ സം ഓഫ് ദ ₹3,000 ടു ഡി. അതായത് എ ആണെങ്കിൽ ഡി അവിടെ പറയുകയാണെങ്കിൽ എനിക്ക് 3,000 രൂപ ഇപ്പം തന്നെ ആ ഹോൾ എമൗണ്ട് എനിക്ക് ഇപ്പം തന്നെ പേ ചെയ്യണമെന്ന് ഡി എയുടെ അടുത്ത് അവിടെ കമ്പൽ ചെയ്ത് ആ ഒരു പേയ്മെൻറ്റ് നടത്തുകയാണ്. അങ്ങനെയുള്ള കേസിൽ എ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ദ 1,000 ഈച്ച് ഫ്രം ബി ആൻഡ് സി. എക്ക് എന്തോ ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിയുടെ കയ്യിൽ നിന്നും സിയുടെ കയ്യിൽ നിന്നും എൻറ്റയർ 1,000 വെച്ച് ഈക്വലായിട്ടല്ലേ ഷെയർ ചെയ്യേണ്ടത്. അപ്പം 1,000 വെച്ച് ബിയുടെ കയ്യിൽ നിന്നും സിയുടെ കയ്യിൽ നിന്നും റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ഇരിക്കെ ആ ജോയിൻറ്റ് പ്രോമിസേഴ്സിൽ ഒരാളായ സിക്ക് എയും ബിയും സിയും കൂടെ ചേർന്നാണ് ഡിക്ക് പൈസ പ്രോമിസ് ചെയ്യുന്നത്. അതിനകത്ത് എ ഫുൾ എമൗണ്ടും കൊടുത്തു, 3,000 രൂപ കൊടുത്തു. മറ്റവർ കൊടുക്കാനുള്ള പൈസയും കൂടെ എന്തോ ചെയ്തു, ഡിക്ക് കൊടുത്തു. പക്ഷേ എക്ക് ആരുടെ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും? ബിയുടെ കയ്യിൽ നിന്നും സിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ
റിക്കവർ ചെയ്യാൻ എ പോയപ്പോഴാണെങ്കിൽ എന്തോ ചെയ്തു, നമ്മുടെ സി ഇൻസോൾവൻ്റ് ആയിപ്പോയി. സിക്ക് കൊടുക്കാനുള്ള എക്ക് കൊടുക്കാനുള്ള 1000 സിക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അണേബിൾ ടു പേ. ഇഫ് സി ഈസ് അണേബിൾ ടു പേ ₹1000 ടു എ, അങ്ങനെ ഇപ്പം അതിനകത്ത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ അതിനകത്ത് ഒരാൾ ഇൻസോൾവൻ്റ് ആവുമോ അല്ലെങ്കിൽ അയാൾക്ക് ഒരു പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന മറ്റേതെങ്കിലും സിറ്റുവേഷൻ ആണ് എങ്കിലോ അവിടെ എന്തുവാ അവർക്ക് ലോസ് ഉണ്ടായല്ലോ, ജോയിൻറ്റ് പ്രോമിസസ് ലോസ് ഉണ്ട്. ആ ലോസ് ആര് ഈക്വലി ഷെയർ ചെയ്യണമെന്നാണ് പറയുന്നത്, ബാക്കിയുള്ള 2 പ്രോമിസേഴ്സും കൂടെ ഈക്വലി ഷെയർ ചെയ്യണം. അതായത് എ ഇനി ആരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്താൽ മാത്രം മതി, ബിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യണം. എത്ര റിക്കവർ ചെയ്യണം? നേരത്തെ പറഞ്ഞോളം 1000 രൂപയല്ല റിക്കവർ ചെയ്തേണ്ടത്, 1500, അതായത് 1500 രൂപ ബിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യണം. അതായത് നമ്മുടെ സി 500 കൊടുക്കാണ്ട് സി 1000 കൊടുക്കണം. അപ്പം ആ സി കൊടുക്കാനുള്ള 1000 രൂപ ആ ലോസ് അവർ എയും ബിയും കൂടെ റിക്കവർ ചെയ്തെടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം എ ഇനി ബിയുടെ കയ്യിൽ നിന്ന് 1500 രൂപ വെച്ച് റിക്കവർ ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ ആ ലോസസ് അവിടെ ഈക്വൽ ആയി. അതാണ് സെക്ഷൻ 43 3 കേസസ് ആയിട്ട് പറഞ്ഞത്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ the promise must compel any one of the joint promiser to perform the promise. രണ്ടാമത്തെ കേസ് എന്താ, റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസസ് എമംഗ് ദംസെൽവ്സ്. തേർഡ് കേസ് ജോയിൻറ്റ് പ്രോമിസസ് ലയബിൾ ടു ഷെയർ ലോസസ് ഈക്വലി. ഓക്കെ, ക്ലിയർ ആണോ? ഇനി സെക്ഷൻ 44 എന്താ പറയുന്നത്, അതാണ് നമുക്ക് റിലീസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസർ എന്നൊക്കെ പറയാം. ഇവിടെ എഴുതിയിരിക്കുന്നത് വേർ വൺ ഓഫ് ദ ജോയിൻറ്റ് പ്രോമിസർ ഈസ് റിലീസ്ഡ് അതർ ജോയിൻറ്റ് പ്രോമിസ് ഷാൾ കണ്ടിന്യൂ ടു ബി ലയബിൾ. നോക്കാം. അതായത് എയും ബിയും സിയും എന്ന ജോയിൻറ്റ് പ്രോമിസേഴ്സ് ചേർന്ന് ഡിക്ക് 9000 രൂപ ഒരു പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു. ഡി ആണെങ്കിൽ അങ്ങനെ ഇരിക്കെ ഡി ആണെങ്കിൽ നമ്മുടെ എ എന്തോ ചെയ്തു, ഡി അടുത്ത് പറയാണ് നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് തരാം, ഞാൻ ബാധ്യസ്ഥനല്ല, ഞാൻ ലൈബിൾ ആവില്ല, ആ ഒരു പേയ്മെൻറ്റ് തന്നെ ഞാൻ ലൈബിൾ ആവില്ലെന്ന് പറഞ്ഞ് ആ ഒരു ലൈബിലിറ്റിയിൽ നിന്ന് നമ്മുടെ എ റിലീസ് ആവുകയാണ്. പക്ഷേ ആ ഒരു കേസിലാണെങ്കിൽ നമ്മുടെ എ റിലീസാവുന്ന കേസിൽ നമ്മുടെ ബിയും സിയും ബാക്കിയുള്ള 2 ജോയിൻറ്റ് പ്രോമിസേഴ്സ് ചേർന്ന് ആ ഫുൾ ലൈബിലിറ്റിയും ആ 9000 രൂപ ലൈബിലിറ്റിയും ഡിക്ക് കൊടുക്കുക. ആ 9000 ലൈബിലിറ്റിയും അവരവിടെ പേ ചെയ്യുകയാണ്, കൊടുക്കാനുള്ള ഒരു എമൗണ്ട് അവർ ഡിക്ക് പേയ്മെൻറ്റ് നടത്തുകയാണ്. പക്ഷേ അവിടെ എന്താ, ദ റിമെയിൻ ലൈബിൾ ടു പേ ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ₹9000 ടു ഡി ആൻഡ് ദോ എ ഈസ് നോൺ ലൈബിൾ ടു പേ ഡി. ഇനി എക്ക് ഡി അടുത്ത് ലൈബിൾ ആവുമോ? ഇല്ല, കാരണം അവർ ഒരുമിച്ച് ചേർന്ന് കൊടുത്ത പ്രോമിസാണ്. എയും ബിയും സിയും കൂടെ ചേർന്ന് ഡിക്ക് കൊടുത്ത പ്രോമിസ് 9000 രൂപ 9000 കൊടുക്കാന്നുള്ളത്. പക്ഷേ ആ 9000 ബിയും സിയും കൂടെ ചേർന്ന് കൊടുത്തു. എ ഒരു കോൺട്രാക്റ്റിന് റിലീസ് അല്ലെങ്കിൽ ആ ഒരു ലൈബിലിറ്റി റിലീസ് ആയപ്പം ബിയും സിയും കൂടെ ചേർന്ന് എയും കൂടെ കൊടുക്കാനുള്ള പൈസ അവർ രണ്ടുപേരോട് ചേർന്ന് ഡിക്ക് പേയ്മെൻറ്റ് നടത്തി. പക്ഷേ ആ ഒരു കേസിൽ ഡി അടുത്ത് എ ഇനി ലൈബിൾ ആവില്ല, പക്ഷേ ആ അടുത്ത് എ ലൈബിൾ ആവും. ആ ബാക്കിയുള്ള ആരാണോ എക്ക് വേണ്ടി എയുടെയും കൂടെ ഷെയർ ഇട്ട് ഡിക്ക് എമൗണ്ട് കൊടുത്തത് ആ 2 പാർട്ട്നേഴ്സ്, നമ്മുടെ കേസിൽ ബിയും സിയും ലൈബിൾ ആവും. ബട്ട് ഹി റിമെയിൻ ലൈബിൾ ടു പേ to B and C that he is liable to make contribution to the other joint promises. അതായത് മറ്റുള്ള ജോയിൻറ്റ് പ്രോമിസേഴ്സിൻ്റെ അടുത്ത് ആ റിലീസായ ആ ഒരു പ്രോമിസർ ലൈബിൾ ആവുന്ന പറഞ്ഞത്. ഇവിടെ നമ്മുടെ കേസിൽ എ ആണ് റിലീസ് ചെയ്തത്, അപ്പം എ ബി അടുത്തും സി അടുത്തും ലൈബിൾ ആവുന്ന പറയുന്നത്. അതാണ് സെക്ഷൻ 44 പറഞ്ഞത്. വെൻ വൺ ഓഫ് ദ ജോയിൻറ്റ് പ്രോമിസർ ഈസ് റിലീസ്ഡ് അതർ ജോയിൻറ്റ് പ്രോമിസർ ഷാൾ കണ്ടിന്യൂ ടു ബി ലൈബിൾ. ഓക്കെ, ഇനി റൈറ്റ് ഓഫ് ജോയിൻറ്റ് പ്രോമിസീസ്. ഇത്ര നേരം നമ്മൾ പഠിച്ചത് ലയബിലിറ്റി ഓഫ് ജോയിൻറ്റ് പ്രോമിസറാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ജോയിൻറ്റ് പ്രോമിസീസിൻ്റെ റൈറ്റാണ്. ജോയിൻറ്റ് പ്രോമിസറിൻ്റെ അല്ല, ജോയിൻറ്റ് പ്രോമിസീസിൻ്റെ റൈറ്റാണ്. ഓക്കെ, അത് സെക്ഷൻ 45 പറഞ്ഞത്. നമുക്ക് നോക്കാം. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ ലയബിലിറ്റി ഓഫ് ജോയിൻറ്റ് പ്രോമിസർ പഠിച്ചപ്പോൾ നമ്മൾ സെക്ഷൻ 42 പഠിച്ചില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ജോയിൻറ്റ് പ്രോമിസർ റൈറ്റ് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ അവരിവിടെ പറയുന്നത്. നമ്മൾ അതായത് ഒരു പ്രോമിസി ഞാൻ വായിക്കാതെ, when a person had made a promise to several persons, they unless a contrary intention appear from the contract, the right to claim the performance rests between him and them during their lifetime. When one of the promisee dies, the right to claim performance rests with the legal representative jointly with the surviving promisees. When all the promisees dies, the right to claim performance rests with their legal representative jointly. അതായത് എന്താ പറയുന്നത്, ഇപ്പം ഒന്നിലധികം ജോയിൻറ്റ് പ്രോമിസീസ് ഉണ്ടെങ്കിൽ, നമ്മുടെ കേസ് എയും ബിയും സിയും ഉണ്ട് എങ്കിൽ അടുത്ത് എ എന്ന് പറഞ്ഞൊരു പാർട്ട്ണർ അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞൊരു പ്രോമിസർ മരണപ്പെട്ടു പോയി. അപ്പം ആ എക്ക് കിട്ടാനുള്ള റൈറ്റ്, ആ എ എന്ന് പറഞ്ഞ ജോയിൻറ്റ് പ്രോമിസർ ആ എ എന്ന പ്രോമിസറിന് കിട്ടാനുള്ള റൈറ്റ് ബാക്കി നിൽക്കുന്ന ആരൊക്കെയാ, ബിയും സിയും. അപ്പം ബിയുടെയും സിയുടെയും കൂടെ നിന്ന് എക്ക് പകരമായിട്ട് ആ റൈറ്റ് ആര്
വാങ്ങിക്കണമെന്ന് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൽ ആര് പെർഫോം ചെയ്യണമെന്നാണ് പറയുന്നത്? ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് പെർഫോം ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി എല്ലാ പ്രോമിസേഴ്സും ജോയിൻറ്റ് പ്രോമിസിൽ എല്ലാ പ്രോമിസറല്ല എല്ലാ പ്രോമിസീസും മരണപ്പെട്ടു പോവുകയാണ്, എല്ലാവരും മരിക്കുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് വേണം ആ ഒരു റൈറ്റ്, ആ ഒരു പെർഫോമൻസ്, റൈറ്റ് ടു ക്ലെയിം പെർഫോമൻസ്, ആ ഒരു പെർഫോമൻസ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണ്? ആ ഒരു മരണപ്പെട്ടു പോയ ജോയിൻറ്റ് പ്രോമിസസിന് ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനാണ്. അതാണ് ഇവിടെ സെക്ഷൻ 45 അവർ വലിയ തട്ടുകളായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അസൈൻമെൻറ്റ് എന്താണ്? അസൈൻമെൻറ്റ്, സക്സഷൻ എന്തൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അസൈൻമെൻറ്റ് എന്താ പറഞ്ഞത്, ഞാൻ സക്സഷൻ എന്താ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡിഫറൻസ് നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, സക്സഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ടു ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് കാൾഡ് സക്സഷൻ. അതായത് ഇപ്പം ഒരാളുടെ ഫോർ എക്സാമ്പിൾ പറയാന്ന്, അച്ഛൻ നമ്മുടെ ഫാദർ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ, എക്സാമ്പിളാണ്, നമ്മുടെ ഫാദർ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഫാദറിന് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം ആ ഫാദറിൻ്റെ പ്രോപ്പർട്ടിയിൽ ഫാദറിനുള്ള പ്രോപ്പർട്ടി പിന്നെ ആർക്കുള്ളതാ? അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനുള്ളതാ. ആ ഒരു അച്ഛൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനുള്ളതാ. അത് പ്രോപ്പർട്ടീസ് മാത്രം, ആ ഫാദറിനുള്ള റൈറ്റ് മാത്രമല്ല ലയബിലിറ്റീസും ആ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് സക്സഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അസൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരാൾ 10 ലക്ഷം രൂപ തരാനുണ്ട്, 10 ലക്ഷം രൂപ തരാനുണ്ട്. അപ്പം എമൗണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ഇപ്പം ഞാൻ ഇവിടെ എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ എനിക്കൊരാൾ 10 ലക്ഷം രൂപ തരാനുണ്ട്. അപ്പം ഞാനിപ്പം ഇന്ത്യ വിട്ട് അമേരിക്കയിലേക്ക് താമസം മാറി പോവുകയാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അസൈൻമെൻറ്റിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. എനിക്ക് ഒരാൾ 10 ലക്ഷം രൂപ തരാനുണ്ട്. അപ്പം ഞാൻ ഇപ്പം ഇന്ത്യയിൽ ഇരിക്കാൻ അയാൾക്ക് കടം കൊടുത്തത്, പക്ഷേ ഞാൻ ഇപ്പോൾ അമേരിക്കയിലോട്ട് താമസം മാറി, ഇന്ത്യ ഇനി ഒരിക്കലും വരാത്തക്ക രീതിയിൽ ഞാൻ അമേരിക്കയിലോട്ട് താമസം മാറി പോകാം. അപ്പം ഞാൻ എന്തോ ചെയ്തു, എനിക്ക് കിട്ടാനുള്ള 10 ലക്ഷം രൂപ ഞാൻ എൻ്റെ ഫ്രണ്ടായ ഡിയോട് പറയാണ്, നീ എനിക്ക് കിട്ടാനുള്ള 10 ലക്ഷം രൂപ നീ വാങ്ങിച്ചോ. ആ 10 ലക്ഷം രൂപ എനിക്ക് കിട്ടാനുള്ള ബെനിഫിറ്റ് ഞാൻ നിനക്ക് കൈമാറുന്നതിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ബൈ എ പേഴ്സൺ ടു അനദർ പേഴ്സൺ ഈസ് കാൾഡ് അസൈൻമെൻറ്റ്. അതായത് നമ്മുടെ നമുക്ക് കിട്ടാനുള്ള എന്തെങ്കിലും ബെനിഫിറ്റോ അവകാശമോ നമ്മൾ മറ്റൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ അസൈൻമെൻ്റ് എന്ന് പറയുന്നത്. അവിടെ ആലോചിച്ചോണം, അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ റൈറ്റ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, ലയബിലിറ്റി ഒരിക്കലും ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അത് ഒരിക്കലും അസൈൻമെൻറ്റ് ആവത്തില്ല. നമ്മൾ സക്സഷൻ്റെ കാര്യത്തിൽ ആ ഒരു ഡിസീസ്ഡ് പേഴ്സൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് നമ്മൾ റൈറ്റും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ആയി പോകുന്നുണ്ട്, അതുകൊണ്ട് അത് സക്സഷനായി. പക്ഷേ അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ എന്താണ്, ആ ഒരു വ്യക്തിക്ക് ആ ഒരു ബെനിഫിറ്റ് മാത്രമേ, റൈറ്റ് മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ, ബാധ്യതകളൊന്നും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അസൈൻമെൻറ്റ് ആവത്തില്ല. ഇത് കേസ് സ്റ്റഡിയിലൊക്കെ കയറി ചിലപ്പം വരാം. ഓക്കെ, ഇപ്പം ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് തിരിച്ചിട്ടാൽ അറിയാൻ പറ്റും. അതായത് ഇപ്പം ഞാൻ ഒരാൾക്ക് 10 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാണ്ട്, അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ഡിയോട് പറയാണ്, ഞാൻ കൊടുക്കണം 10 ലക്ഷം രൂപ നീ കൊടുക്കാൻ പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു അസൈൻമെൻറ്റായി മാറില്ല. അതാണ് ഞാൻ പറഞ്ഞത്, റൈറ്റ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്ത് അല്ലെ അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, എന്നാൽ അത് അസൈൻമെൻറ്റായി മാറി. ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമുക്കത് ഡിഫറൻസ് നോക്കാം. സക്സഷനും അസൈൻമെൻറ്റിനുള്ള ഡിഫറൻസ് നോക്കാം. ഒന്നാമത്തെ ഡിഫറൻസ് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ടു ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഈസ് കാൾഡ് സക്സഷൻ. അതായത് ഒരു ഡിസീസ്ഡ് പേഴ്സൻ്റെ റൈറ്റ്സും ലയബിലിറ്റീസും ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ നമുക്കതിനെ സക്സഷൻ എന്ന് പറയാം. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ബൈ എ പേഴ്സൺ ടു അനദർ പേഴ്സൺ ഈസ് കാൾഡ് അസൈൻമെൻറ്റ്. അതായത് ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണ് അദ്ദേഹത്തിന് റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതിന് നമുക്ക് അസൈൻമെൻ്റ് എന്ന് പറയാം. ഇത് ടേക്ക് പ്ലേസ് ഓൺ ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ. അതായത് ഇത് സക്സഷൻ്റെ കാര്യത്തിൽ ആ ഒരു പേഴ്സൺ ആ ഒരു ഡിസീസ്ഡ് പേഴ്സൺ റൈറ്റും ലയബിലിറ്റി നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആ ഒരു പേഴ്സൺ മരണപ്പെട്ടതോടുകൂടി ഇവിടെ സക്സഷൻ നടക്കും. ഇനി അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ അത് ലൈഫ് ടൈം ഓഫ് എ പേഴ്സൺ, ലൈഫ് ടൈം ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എ പേഴ്സൺ എന്നാണ് പറയുന്നത്. ഇനി സക്സഷൻ്റെ കാര്യത്തിൽ ഇതൊരു വോളണ്ടറി ആയിട്ടുള്ള ആക്റ്റൊന്നും അല്ല, പക്ഷേ അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇതൊരു വോളണ്ടറി ആക്റ്റാണ്. ഞാൻ എൻ്റെ സ്വയം മനസ്സാലെയാണ് എൻ്റെ ഫ്രണ്ട് ഡിക്ക് ആ ഒരു 10 ലക്ഷം രൂപ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾ എടുത്തോളാൻ വേണ്ടി പറയുന്നത്. ഇനി സക്സഷൻ്റെ കാര്യത്തിൽ ഇറ്റ് മേ ടേക്ക് പ്ലേസ് ഈവൻ വിത്തൗട്ട് എ റിട്ടൺ ഡോക്യുമെൻറ്റ്. പ്രത്യേകിച്ച് റിട്ടൺ ഡോക്യുമെൻ്റ് ഒന്നും ഇല്ല. പക്ഷേ അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ എക്സിക്യൂഷൻ ഓഫ് അസൈൻമെൻറ്റ് ഡീഡ്
ഓക്കെ, സക്സഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചോണം, ഈ 2 പോയിന്റ് ശ്രദ്ധിച്ചോണം. ഓൾ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ പേഴ്സൺ ആർ ട്രാൻസ്ഫർഡ്. ആ ഒരു പേഴ്സൺ, ആ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന്, ആ ഡിസീസ്ഡ് പേഴ്സണെ എല്ലാ റൈറ്റ്സും ലയബിലിറ്റീസും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒൺലി റൈറ്റ്സ് ഓഫ് എ പേഴ്സൺ ആർ ട്രാൻസ്ഫർഡ്. ആ ഒരു പേഴ്സണ് നമ്മുടെ റൈറ്റ് മാത്രം നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിനർത്ഥം ലയബിലിറ്റീസ് ഒന്നും പറ്റത്തില്ല. ഇനി നോ നോട്ടീസ് ഈസ് റെക്കോർഡ് ടു ബി ഗിവൺ ബൈ എനി പേഴ്സൺ. അസൈൻമെൻറ്റിനകത്ത് നോട്ടീസ് നമ്മൾ ക്രെഡിറ്റേഴ്സിന് നൽകണം. ഇനി നോ കൺസ്ട്രക്ഷൻ ഈസ് റെക്വേർഡ്. അസൈൻമെൻറ്റിനകത്ത് കൺസ്ട്രക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ കോൺട്രാക്ട് വിച്ച് നീഡ് നോട്ട് ബി പെർഫോംഡ്, അതായത് നമ്മുടെ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ സെക്ഷൻ 62 തൊട്ട് സെക്ഷൻ 64 വരെ ഉണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സെക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ റിവിഷൻ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കൊന്നുകൂടെ പറഞ്ഞു പോകാം. സെക്ഷൻ 62 പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് എഗ്രി ടു, അതായത് ഒരാൾ ഒരു കോൺട്രാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ന്യൂ കോൺട്രാക്റ്റ് മാറ്റുകയാണെങ്കിൽ, ഒരു എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ന്യൂ കോൺട്രാക്റ്റ് മാറ്റുകയാണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് അവിടെ പെർഫോം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനെ മാറുകയാണ്. പിന്നെ റിസെൻഡ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ പറ്റത്തില്ല. തേർഡ്, ആ ഒരു കോൺട്രാക്റ്റിൽ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ആൾട്രേഷൻ വരുത്തി പുതിയൊരു കോൺട്രാക്റ്റ് ആക്കുകയാണെങ്കിലും അതും ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം മാറുകയാണ്. ഈ സെക്ഷൻ 63 എന്താ പറയുന്നത്? ഇഫ് ദ പ്രോമിസ് ഡിസ്പെൻസ് വിത്ത് ഓർ റെമിറ്റ് ഹോളി ഓർ ഇൻ പാർട്ട് ദ പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ് മെയ്ഡ് ടു ഹിം എൻ ദ ടൈം ഓഫ് സച്ച് പെർഫോമൻസ് അക്സെപ്റ്റ് എനി സാറ്റിസ്ഫാക്ഷൻ ഫോർ ഇറ്റ്. അതൊക്കെയാണ് സെക്ഷൻ 63 പറഞ്ഞത്. സെക്ഷൻ 64 if the person at whose option it is voidable arisen in the contract. Section 64, if the promisee neglect or refused to afford the promiser reasonable facilities for the performance of the promise. ഓക്കെ, അപ്പോൾ ഇത്രയും സെക്ഷൻസിലാണ് നമ്മുടെ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നത്. ഇനി ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് നമുക്ക് പഠിക്കാം. 6 ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ച്വൽ കോൺട്രാക്റ്റിൽ 2 പാർട്ടീസിനെ കോൺട്രാക്റ്റ് റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്, ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 6 രീതിയിൽ നമ്മുടെ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും, 6 മോഡ്സിലൂടെ. അപ്പോൾ ഏതൊക്കെയാണ് മോഡ്സ്? ഒന്നാമത്തത് പെർഫോമൻസ് വരി, രണ്ടാമത്തെ മ്യൂച്വൽ എഗ്രിമെൻറ്റ്, തേർഡ് വൺ ബൈ ലാപ്സ് ഓഫ് ടൈം, ഫോർത്ത് വൺ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, ഫിഫ്ത്ത് വൺ ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, സിക്സ്ത് വൺ സിക്സ്ത് വണ്ണില്ല, ഫിഫ്ത്ത് മോഡിലൂടെ നമുക്ക് കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിലെ മോഡ്സ് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഒന്നാമത്തെ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് ആക്ച്വൽ പെർഫോമൻസും അറ്റംപ്റ്റഡ് പെർഫോമൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മ്യൂച്വൽ എഗ്രിമെൻറ്റ്, അതായത് എഗ്രിമെൻറ്റ് ബേസിൽ നൊവേഷൻ, അത് 5 വഴി നടക്കാം ഡിസ്ചാർജ്: നൊവേഷൻ, റിസഷൻ, ആൾട്രേഷൻ, റെമിഷൻ, വേവർ, അക്സെപ്റ്റൻസ് ഓഫ് എനി അതർ സാറ്റിസ്ഫാക്ഷൻ. ഇനി തേർഡ് വൺ ബൈ ലാപ്സ് ഓഫ് ടൈം, ഫോർത്ത് വൺ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഓപ്പറേഷൻ ഓഫ് ലോയിൽ അതിനകത്ത് 4 രീതി നടക്കാം: മെറ്റീരിയൽ ആൾട്രേഷൻ, ഇൻസോൾവൻസി, ഡെത്ത് ഓഫ് പ്രോമിസർ, മെർജർ ഓഫ് റൈറ്റ്. ഇനി ഫിഫ്ത്ത് വൺ ഇമ്പോസിബിൾ പെർഫോമൻസ് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അത് 3 രീതി നടക്കാം, 4 രീതി നടക്കാം: ഡിസ്ചാർജ് ബൈ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി, ഡിസ്ചാർജ് ബൈ സൂപ്പർവീനിങ് ഇല്ലീഗലിറ്റി, കേസസ് നോട്ട് കവേർഡ് ബൈ സബ്സിക്വൻറ്റ് ഇമ്പോസിബിലിറ്റി, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഫ്രസ്ട്രേഷൻ അണ്ടർ ഇംഗ്ലീഷ് ലോ. ഇങ്ങനെ ഇത്രയും രീതിയിലാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൻ്റെ മോഡ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നത്. പലപ്പോഴും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു പോർഷനിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ നോക്കാം. കോസി കോൺട്രാക്ട് എന്താണ്? ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്താണ്? അതിൻ്റെ ഷോർട്ട് നോട്ട് ഏതാണ്? നിങ്ങൾക്ക് അറിയായിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിനി വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്തതും കോസി കോൺട്രാക്ട്. എഗെയിൻ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ പിന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കണ്ടീജൻ കോൺട്രാക്ട്. അപ്പം അതും നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് കോസി കോൺട്രാക്ട്, സ്റ്റേറ്റ് ദ സർക്കംസ്റ്റാൻസ് വിച്ച് ആർ ഐഡന്റിഫൈഡ് കോസി കോൺട്രാക്ട് ബൈ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അതായത് കോസി കോൺട്രാക്ടിൻ്റെ മീനിങ് എഴുതുക, അതിൻ്റെ ടൈപ്പ് ഓഫ് കോസി കോൺട്രാക്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് വേ അണ്ടർ എ കോൺട്രാക്ട് മേ ബി ഡിസ്ചാർജ്ഡ്. അതായത് ഏതൊക്കെ വേയിലൂടെ നമ്മുടെ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച ഏതൊക്കെ വേ നമ്മൾ പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. അത് ആ ഒരു വേയിലൂടെ എല്ലാം നമ്മുടെ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതൊന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതായത് പെർഫോമൻസ് വരി, പിന്നെ ലാപ്സ് ഓഫ് ടൈം വരി, എഗ്രിമെൻറ്റ് വരി, പിന്നെ ബൈ ദ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ബൈ ദ ഓപ്പറേഷൻ ഓഫ് ലോ, അങ്ങനെ കുറച്ച് 5 മെത്തേഡിലൂടെ നമ്മൾ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ പോകാൻ പറ്റും. അത് നിങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. 10 മാർക്കിനൊക്കെ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? ഇനി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നോക്കാം. ഇറ്റ്സ് എഗ്രി ടു പേ Y a sum of money if Y marry Z however marry F who died subsequently after the death of F. Z marry Y, whether X is legally bound to pay the agree sum of money to Y. Comment. അതായത്
ഇത് നമ്മളൊരു മാരേജോട് റിലേറ്റ് ചെയ്തൊരു എക്സാമ്പിളാണ് നോക്കാം. എക്സ് എന്ന് പറഞ്ഞ ആൾ വൈക്ക് ഇത്ര ഒരു പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തിനാണ് പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞത്? വൈ ഇസഡിനെ മാരി ചെയ്യുകയാണെങ്കിൽ പക്ഷേ ഈ എക്സും വൈ തമ്മിലുള്ള കോൺട്രാക്റ്റ് ഏർപ്പെടുന്ന സമയത്ത് വൈ ആരെ ഓൾറെഡി മാരി ചെയ്തിട്ടുണ്ടായിരുന്നു? എഫിനെ മാരി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എഫ് മരണപ്പെട്ടു പോയി. എഫിൻ്റെ മരണശേഷം വൈ ഇസഡിനെ മാരി ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ എക്സ് വൈക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ പേയ്മെൻറ്റ് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് അതിൻ്റെ ലീഗൽ പ്രൊവിഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഞാൻ പറയട്ടെ. ഒരു മാരേജ് റെസ്ട്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ മാരേജോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇങ്ങനെ ഒരാളെ മാരി ചെയ്തിരിക്കും. ഇവർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് ഇസഡ് നമ്മുടെ എഫിനെ മാരി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് എഫ് മരണപ്പെട്ടത്. ഓക്കെ, അപ്പം മാരേജ് റിസ്ട്രെയിൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അത് അബ്സല്യൂട്ട്ലി ഇൻവാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്. വോയിഡ് കോൺട്രാക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ഒറിജിനൽ കോൺട്രാക്റ്റ് അവിടെ ഡെഡായി പോവുകയും ഇവർ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇസഡ് നമ്മുടെ എഫിനെ മാരി ചെയ്ത ടൈമായിരുന്നു. പിന്നീടാണ് എഫ് മരണപ്പെട്ടതും പിന്നീടാണ് ഇസഡ് വൈയെ മാരി ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ആ ഒരു ഒറിജിനൽ കോൺട്രാക്ട് ഡെഡായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ എക്സ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എമൗണ്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും എക്സിനെതിരെ ഫയൽ സ്യൂട്ട് ചെയ്യാൻ നമ്മുടെ വൈക്ക് പറ്റത്തില്ല. ഓക്കെ, അത് നിങ്ങൾ എഴുതുക. 2 മാർക്കിനൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഇനി നോക്കിക്കേ. Mr. P and Q bet as to whether there would be rain on a particular day of December. Mr. P promised to pay 5,000 to Mr. Q if there is rain on that day, and Mr. Q promised an equal amount to Mr. P if there is no rain on that day. Suppose there is no rain on the specific day of the December and Mr. Q filed a suit for recovery of rupees 5,000 from Mr. P. Can Mr. Q recover the amount under the Indian Contract 1872? 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് നമ്മുടെ വേഗറിംഗ് എഗ്രിമെൻറ്റോട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും. അതായത് മിസ്റ്റർ പിയും മിസ്റ്റർ ക്യൂയും തമ്മിലൊരു ബെറ്റ് വെക്കുകയാണ്. എന്തിനാണ് ബെറ്റ് വെക്കുന്നത്? ഡിസംബറിൽ ഒരു പർട്ടിക്കുലർ ഡേയിൽ മഴ പെയ്യും, റെയിൻ നടക്കുമെന്ന് പറഞ്ഞ് ഒരു ബെറ്റ് വെക്കുകയാണ്. ഓക്കെ, മിസ്റ്റർ പി പറയുന്നത് എന്താ? ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ പർട്ടിക്കുലർ ഡിസംബർ പർട്ടിക്കുലർ ഡേയിൽ മഴ പെയ്യുകയാണ് എങ്കിൽ ഞാൻ നിനക്ക് 5,000 രൂപ തരാമെന്നും, അതുപോലെ മിസ്റ്റർ ക്യൂ പിയോട് പ്രോമിസ് കൊടുക്കുകയാണ് ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ മഴ പെയ്തില്ല എങ്കിൽ ഞാൻ നിനക്ക് 5,000 രൂപ, ആ ഈക്വൽ എമൗണ്ട് ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യാമെന്ന് ക്യൂ പിക്കും പ്രോമിസ് കൊടുത്തു. ഓക്കെ, അങ്ങനെ ഇരിക്കെ സപ്പോസ് നമ്മൾ വിചാരിക്കുക അവർ പറഞ്ഞ സ്പെസിഫിക് ഡേയിൽ റെയിൻ നടന്നില്ല, മഴ പെയ്തില്ല. ഓക്കെ, സപ്പോസ് ദെയർ ഈസ് നോ റെയിൻ ഓൺ ദാറ്റ് സ്പെസിഫിക് ഡേ ഓഫ് ദ ഡിസംബറിൽ ആ സ്പെസിഫിക് ഡേയിൽ മഴ പെയ്തില്ല. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ ക്യൂവിന് മിസ്റ്റർ പിയുടെ കയ്യിൽ നിന്ന് ആ 5,000 രൂപ മിസ്റ്റർ പിയുടെ കയ്യിൽ നിന്ന് 5,000 രൂപ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിസ്റ്റർ ക്യൂ ക്യാൻ റിക്കവർ ദ എമൗണ്ട് അണ്ടർ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇന്ത്യൻ കോൺട്രാക്ട് 1872 അനുസരിച്ച് ആ ഒരു എമൗണ്ട് ക്യൂവിൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഇൻ ദ കേസ് മിസ്റ്റർ പി bet with Mr. Q on the possibility of having rain on specific day of December. Section 30 provide the agreement by way of waiver are void and no suit shall be brought for recovering anything illegal to be won on any wager or entrusted to any person to abate the result of any game or other uncertain event on which any wager is made. Therefore, the agreement between the Mr. P and Mr. Q is of wagering nature and hence void. Despite of no rain on specific day of December, Mr. Q cannot recover the amount of rupees 5,000 Mr. P for the reason of entering into an agreement of wagering nature. അതായത് അവരെന്താ പറഞ്ഞത്? വലിയ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്ന കാര്യം കുറച്ചേ ഉള്ളൂ. അതായത് ഇതൊരു വേഗറിംഗ് വേ ഓഫ് നേച്ചറിലുള്ള ഒരു കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്റ്റർ ക്യൂക്ക് ഒരിക്കലും മിസ്റ്റർ പിയുടെ കയ്യിൽ നിന്ന് ആ ഒരു എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതിന് സുപ്രീം കോർട്ട് വരെ അദ്ദേഹം കേസിന് പോയാൽ പോലും ആ ഒരു എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഈ ഒരു കോൺട്രാക്റ്റ് വേഗറിംഗ് നേച്ചറുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. അതാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ചു നോക്കുമ്പോൾ തന്നെ ആൻസർ എഴുതാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ.
Mr. X is a businessman, has been fighting a long drawn litigation with Mr. Y, another businessman. To support this legal campaign, Mr. X enlists the service of Mr. Z, a legal expert, stating that an amount of rupees 10 lakh would be paid if Mr. Z does not take up the brief of Mr. Y. Mr. Z agreed, but at the end of the litigation, Mr. X refused to pay. Decide whether Mr. X can recover the amount promised by Mr. X under the provision of the Indian Contract Act 1872. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. അതായത് മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞൊരു ബിസിനസ്മാനും മിസ്റ്റർ വൈ എന്ന് മറ്റൊരു ബിസിനസ്മാനും കൂടെ ചേർന്ന് ഒരു ലിറ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഫൈറ്റ് നടക്കുകയാണ്. അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ മിസ്റ്റർ എക്സ് എന്തോ ചെയ്തു, അദ്ദേഹത്തിന് ഒരു ലീഗലായിട്ടൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മിസ്റ്റർ എക്സ് മിസ്റ്റർ ഇസഡിൻ്റെ ഒരു സഹായം തേടി, ലീഗൽ എക്സ്പേർട്ട് തേടി. പക്ഷേ മിസ്റ്റർ എക്സ് മിസ്റ്റർ ഇസഡിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. മിസ്റ്റർ എക്സ് മിസ്റ്റർ ഇസഡിന് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്തിനാണ് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത്? മിസ്റ്റർ വൈയുടെ ആ ഒരു കേസ്, അല്ലെങ്കിൽ മിസ്റ്റർ വൈക്ക് സപ്പോർട്ടായിട്ട് താൻ നിൽക്കുക, ആ ഒരു മിസ്റ്റർ ഇസഡ് നിൽക്കാതിരിക്കാൻ, ആ ഒരു സപ്പോർട്ട് മിസ്റ്റർ വൈക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് 10 ലക്ഷം രൂപ മിസ്റ്റർ എക്സ് ഇസഡ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ ആ ലിറ്റിഗേഷൻ്റെ എൻഡിൽ നമ്മുടെ മിസ്റ്റർ എക്സ് ആണെങ്കിൽ ആ ഒരു കൊടുക്കാമെന്ന് പറഞ്ഞ പേയ്മെൻറ്റ് കൊടുത്തില്ല, റെഫ്യൂസ് ചെയ്തു, നിരസിച്ചു. അങ്ങനെ ഇരിക്കെ മിസ്റ്റർ ഇസഡിന് മിസ്റ്റർ എക്സിൻ്റെ കയ്യിൽ നിന്ന് ആ പ്രോമിസ് ചെയ്ത എമൗണ്ട്, തനിക്ക് തരാമെന്ന് പറഞ്ഞ എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് അത് ലീഗൽ പ്രൊവിഷൻസ് എന്താണെന്നാണ് 5 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസറിലോട്ട് നോക്കാം. ദ പ്രോബ്ലം ഈസ് ആസ്ക്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ വൺ ഓഫ് ദ എസെൻഷ്യൽസ് ഓഫ് ദ വാലിഡ് contract. Accordingly, one of the essential elements of a valid contract is that the agreement must not be one which the law declared to be either illegal or void. Further, Contract Act specifies that any agreement is restraint of trade, marriage, legal proceedings, etc. are void agreement. Thus, Mr. X cannot recover the amount of rupees 10 lakh from 10 lakh promised by Mr. X because it is an illegal agreement, cannot be enforced by law. അതായത് എന്താ അതിൽ പറയുന്നത്? ഈ ഒരു ക്വസ്റ്റ്യനോട് ബേസ് ചെയ്തുള്ള പ്രോബ്ലത്തിനകത്ത് നമ്മുടെ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ അതിന് കുറച്ച് എസെൻഷ്യൽ എലമെൻറ്റ്സ് നമ്മൾ പഠിച്ചിരുന്നു. ആ എസെൻഷ്യൽ എലമെൻറ്റ്സോട് ബേസ് ചെയ്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രോബ്ലം കിടക്കുന്നത്. അക്കോർഡിംഗ്ലി വൺ ഓഫ് ദി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്, ഇത് ആ ഒരു വാലിഡ് കോൺട്രാക്ടിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സിൽ ഒന്ന് ഇതിനകത്ത് അവർ പറയുന്നുണ്ട്. ഇസ് ദാറ്റ് ആൻ എഗ്രിമെൻറ്റ് മസ്റ്റ് നോട്ട് ബി വൺ വിച്ച് ഈസ് ലോ ഡിക്ലെയർ ടു ബി എയ്തർ ഇല്ലീഗൽ ഓർ വോയിഡ്. അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള വോയിഡുള്ള എഗ്രിമെൻറ്റ് ആണ് എങ്കിൽ നമ്മുടെ ആ കോൺട്രാക്ട് എന്തോ ആയിപ്പോവും, അസാധുവായിപ്പോവും, അല്ലെങ്കിൽ വോയിഡ് ആയി പോകുന്ന പറയുന്നത്. ഫർദർ കോൺട്രാക്ട് സ്പെസിഫൈ ദാറ്റ് ഇൻ എഗ്രിമെൻറ്റ് ഈസ് റെസ്ട്രെയിൻഡ് ഓഫ് ട്രേഡ്, മാരേജ്, ലീഗൽ പ്രൊസീഡിങ്സ് എക്സെട്ര ആർ വോയിഡ് എഗ്രിമെൻറ്റ്. അതായത് നമ്മുടെ ഈ ഒരു കോൺട്രാക്റ്റ് എന്തോ ട്രേഡായിട്ട് ബന്ധപ്പെട്ടോ മാരേജായിട്ട് ബന്ധപ്പെട്ടോ ലീഗൽ പ്രൊസീഡിങ്സായിട്ട് ബന്ധപ്പെട്ടോ ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് എന്തോ കോൺട്രാക്റ്റ്, ആ ഒരു എഗ്രിമെൻറ്റ് എന്തോ എഗ്രിമെൻറ്റാണ്, വോയിഡ് എഗ്രിമെൻറ്റും വോയിഡ് കോൺട്രാക്റ്റിനെ മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്റ്റർ ഇസഡിന് ഒരിക്കലും നമ്മുടെ മിസ്റ്റർ എക്സ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ ആ മിസ്റ്റർ എക്സിൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എന്താ? അതൊരു ഇല്ലീഗൽ എഗ്രിമെൻറ്റും ലോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തൊരു ഒരു കോൺട്രാക്റ്റുമായി മാറിയിരിക്കുകയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇല്ലീഗൽ എഗ്രിമെൻ്റ് ആൻഡ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ ലോ എൻഫോഴ്സ് ചെയ്യാത്തൊരു കോൺട്രാക്റ്റിലെ ഒരു എഗ്രിമെൻ്റായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ഇസറിന് ഒരിക്കലും ആ ഒരു എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ഇത്രയാണ് നമ്മുടെ കോസി കോൺട്രാക്റ്റ്, കണ്ടീജൻ കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഡിസ്ചാർജോ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്റ്റ് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇൻഡെമിനിറ്റി ഗ്യാരണ്ടി ആണ് അല്ലേ. അപ്പം ഇൻഡെമിനിറ്റി എന്താണ്, ഗ്യാരണ്ടി നമുക്ക് നോക്കാം. എന്താണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ഷുവർട്ടി, കോഷുവർട്ടി ഒക്കെ ഉണ്ട്, നോക്കാം, റിവിഷൻ ചെയ്ത് നോക്കാം. എന്താണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി? അതായത് ഒരാൾ മറ്റൊരാളുടെ ലോസ് ഇൻഡെമിനിഫൈ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതിനാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. ആ ഒരു കോൺട്രാക്റ്റിൽ എത്ര പാർട്ടീസ് ഉണ്ട്? ഇൻഡെമിനിഫയറും ഉണ്ട്, ഇൻഡെമിനിറ്റി ഹോൾഡറും ഉണ്ട്. ഇൻഡെമിനിഫയർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു പ്രോമിസ് ടു മേക്ക് ദ ഗുഡ്സ് ദ ലോസസ്. അതായത് നമ്മൾ ഒരാളുടെ ലോസിനെ ഗുഡാക്കി കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ നമ്മൾ ഇൻഡെമിനിഫയർ എന്ന് പറയുന്നത്. ഇൻഡെമിനിറ്റി ഫൈഡ് അല്ലെങ്കിൽ ഇൻഡെമിനിറ്റി ഹോൾഡർ ആരാണ്? ആരുടെ ലോസാണോ നമ്മൾ ഗുഡായി കൊടുക്കുന്ന ആ ആളെയാണ് നമ്മൾ ഇൻഡെമിനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എന്നൊക്കെ നമുക്ക് പറയാം. എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പറയാൻ കാരണം നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ഏതിൻ്റെ കോൺട്രാക്റ്റാണ്? കോൺട്രാക്ട് ഓഫ് കണ്ടീജൻ കോൺട്രാക്റ്റിൻ്റെ എക്സാമ്പിളാണ് കോൺട്രാക്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. അല്ല ബാക്കിയുള്ള എല്ലാ ഇൻഷുറൻസും നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയുടെ കോൺട്രാക്റ്റാണ്. ഓക്കെ,
അപ്പം എക്സ്പ്രസ്ഡും ആവാം ഇംപ്ലൈഡും ആവാം. ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എക്സ്പ്രസ്ഡും ആവാം ഇംപ്ലൈഡും ആവാം. അപ്പോൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയുടെ? ഓൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺ മസ്റ്റ് ബി പ്രസൻറ്റ്. നമ്മൾ വാലിഡ് കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് വാലിഡ് ആവണ എന്തൊക്കെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം നമ്മുടെ എന്തിനകത്തും ഉൾപ്പെടും, എന്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടും? നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിലും ഇൻക്ലൂഡ് ചെയ്യപ്പെടും. എ ലോസ് ഷുഡ് ബി ഇൻകേർഡ് ഓർ ലോസ് ഹാസ് ബിക്കം സർട്ടൻ ഇറ്റ് ഈസ് പർപ്പസ് ടു പ്രൊട്ടക്ട് ദ ഇൻഡെംനിറ്റി ഹോൾഡർ അഗൈൻസ്റ്റ് എനി ലോസസ്. അതായത് ഇൻഡെംനിറ്റി ഹോൾഡറിന് എന്തെങ്കിലും ലോസസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ലോസ് ഗുഡായി കൊടുക്കുന്ന ആളാണ് നമ്മുടെ ഇൻഡെംനിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മസ്റ്റ് സ്പെസിഫൈ ദാറ്റ് ദ ഇൻഡെംനിറ്റി ഹോൾഡർ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ലോസ് കോസ്ഡ് ഡ്യൂ ടു ആക്ഷൻ ഓഫ് പ്രോമിസർ ഹിംസെൽഫ്, ആക്ഷൻ ഓഫ് എനി അതർ പേഴ്സൺ, എനി ആക്ട് ഓർ ഈവൻറ്റ് ഓർ ആക്സിഡൻറ്റ് വിച്ച് ഈസ് നോൺ ദ കൺട്രോൾ ഓഫ് ദ പാർട്ടീസ്. അപ്പം ഇത്രയും എണ്ണത്തിലൂടെ ലോസ് ഉണ്ടാവുന്നതെങ്കിൽ ആ ലോസ് ഇൻഡെംനിറ്റി ഹോൾഡറിനെ ലോസ് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കും? നമ്മുടെ ഇൻഡെംനിഫയർ ആയിരിക്കും. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ പിന്നെ റിപ്പീറ്റ് അടിച്ച് പറയുക. ഇനി റൈറ്റ് ഓഫ് ഇൻഡെംനിറ്റി ഹോൾഡറിൻ്റെ റൈറ്റ് എന്തൊക്കെയാണ്? ഡാമേജസ് റിക്കവറി ഉള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ കോസ്റ്റ്, അദ്ദേഹത്തിന് എന്തെങ്കിലും കോസ്റ്റ് വരേണ്ട കോസ്റ്റ് റിക്കവറി ഉള്ള റൈറ്റ് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും സം പെയ്ഡ് റിക്കവർ ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. അതായത് ഒരാൾ എന്തെങ്കിലും ഒരു പ്രോമിസ്, എന്തെങ്കിലും ഒരു ഗുഡ്സോ സർവീസോ വേറൊരാളുടെ ഗ്യാരണ്ടിയോട് കൂടി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിനെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയും. അതായത് ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഇൻകോർഡ് ബൈ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. എന്താ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി? നമ്മൾ ഡീറ്റെയിൽ നമ്മളൊരു ക്ലാസ്സസ് ഇട്ടിടുന്നു. ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് ഓർക്കാൻ വേണ്ടി. ഓക്കെ, എയും ബിയും സി എന്ന് പറഞ്ഞാൽ 3 പാർട്ടീസായി ഈ ഒരു കോൺട്രാക്റ്റുള്ളത്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്. അത് എ ആരാണ്, ബി ആരാണ്, സി ആരാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എ എന്ന് പറഞ്ഞൊരു വ്യക്തി ബിക്ക് 5000 രൂപ കൊടുത്തു. ബിക്ക് ചുമ്മാ അല്ലേ 5000 രൂപ കൊടുത്തത്? ആരുടെ റിക്വസ്റ്റ് പ്രകാരം കൊടുത്തത്? സിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ബിക്ക് 5000 രൂപ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരൊക്കെയാണ്? ഇവിടെ 3 പാർട്ടീസ് ആരൊക്കെയാണ്? എ എന്ന് പറഞ്ഞ പാർട്ടിയാണ് ക്രെഡിറ്റർ, ബി ആണ് നമ്മുടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, സി ആണ് നമ്മുടെ മെയിൻ ആളായ ഷുവർട്ടി. അപ്പോൾ ഷുവർട്ടിയുടെ റിക്വസ്റ്റോട് കൂടി വേണം നമ്മുടെ ഷുവർട്ടിയായ സിയുടെ റിക്വസ്റ്റോട് കൂടി പ്രിൻസിപ്പൽ ഡെപ്റ്ററായ ബിക്ക് 5000 രൂപ കൊടുത്തത്. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ 3 പാർട്ടീസ് ഉണ്ട്: ഷുവർട്ടി, പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ. ഷുവർട്ടി എന്ന് പറഞ്ഞാൽ ദ പാർട്ടി ഹു ഗീവ് ദ ഗ്യാരണ്ടീസ് നോൺ ആസ് ഷുവർട്ടി. ആരാണോ ഗ്യാരണ്ടി നൽകുന്നത് ആ വ്യക്തിയാണ് നമ്മൾ ഷുവർട്ടി എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ദ പാർട്ടി ഓൺ ഹൂസ് ബിഹാഫ് ഓഫ് ഓർ ഫോർ ഹോം ദ ഗ്യാരണ്ടീസ് ഗിവൺ ഈസ് കോൺ ആസ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ആർക്ക് വേണ്ടി അദ്ദേഹം അല്ലെങ്കിൽ ആരുടെ ബിഹാഫിന് വേണ്ടിയാ ആ ഷുവർട്ടി ഗ്യാരണ്ടി നൽകുന്നത് അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയുന്നത്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആർക്കാണോ നമ്മുടെ ഷുവർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നത് അദ്ദേഹത്തെയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് മസ്റ്റ് ഹാവ് ഓൾ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. അതായത് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണം എന്തൊക്കെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം ഇവിടെയും ഇൻക്ലൂഡ് ആയിപ്പെടും. കുറച്ച് എക്സെപ്ഷണൽ കേസാണ് ഇത് പറയുന്നുണ്ട്, നോക്കാം. കൺസ്ട്രക്ഷൻ റിസീവ്ഡ് ബൈ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഈസ് സഫിഷ്യൻറ്റ് കൺസ്ട്രക്ഷൻ ടു ദ ഷുവർട്ടി ഫോർ ഗിവിംഗ് ദ ഗ്യാരണ്ടി. അതായത് നമ്മുടെ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് എന്താണോ കൺസ്ട്രക്ഷൻ കിട്ടുന്നത് ആ ഒരു കിട്ടുന്ന കൺസ്ട്രക്ഷൻ തന്നെയായിരിക്കും നമ്മുടെ ഗ്യാരണ്ടി നൽകുന്ന ഷുവർട്ടിക്കുള്ള സഫിഷ്യൻറ്റ് കൺസിഡറേഷനും. പിന്നെ അതുപോലെ കോൺട്രാക്ട് ഈസ് വാലിഡ് ഈവൻ ഇഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഈസ് ഇൻകോമ്പിറ്റൻറ്റ് കോൺട്രാക്ട്. അതായത് നമ്മുടെ കോൺട്രാക്ട് വാലിഡ് ആവും. നമ്മുടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ മൈനറോ അൺസൗണ്ട് മൈൻഡോ ആയ പേഴ്സൺ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോൺട്രാക്ട് ഇവിടെ വാലിഡ് ആവുന്ന പറഞ്ഞത്. അതാണ് 2 എക്സെപ്ഷണൽ കേസസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ? ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഈസ് പ്രൈമറി ലൈബിൾ. അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്ററൊക്കെയാണ് അത് പ്രൈമറി ആയിട്ട് ലൈബിൾ ആവുന്നത്. പിന്നെ ഡെപ്റ്റ് മസ്റ്റ് ബി ലീഗലി എൻഫോഴ്സിബിൾ. ഡെപ്റ്റ് മസ്റ്റ് നോട്ട് ബി ടൈം ബാർ ഡെപ്റ്റ്. ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് സെക്കൻഡറി ആൻഡ് കണ്ടീഷണൽ. അതായത് ഷുവർട്ടി ലയബിലിറ്റി സെക്കൻഡറിയും കണ്ടീഷണലും ആയിരിക്കും. ദ ക്രെഡിറ്റർ ഷുഡ് ഡിസ്ക്ലോസ് ഓൾ ദ ഫാക്ട് വിച്ച് ആർ ലൈക്ലി ടു അഫക്ട് ദ ഷുവർട്ടീസ് ലയബിലിറ്റി. ലാസ്റ്റ് വൺ, കോൺട്രാക്ട് മേ ബി എയ്തർ ഓറൽ ഓർ റിട്ടൺ. ഓക്കെ, അപ്പം ഇത്രയാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്? നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഷുവർട്ടി ലയബിലിറ്റി. അതായത് ഷുവർട്ടി ലയബിലിറ്റിയുടെ നേച്ചർ നമ്മൾ 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ലയബിലിറ്റി ഓഫ് ഷുവർട്ടി സെയിം as that of principal debtor. The second one, where a debtor cannot be held liable on account of any defeat in the document, the liability of the surety also ceases. Third one, surety liability continue even if the principal debtor has not been sued or omitted to be sued. Thus the surety liability separate on the guarantee. അപ്പം 3 കാര്യങ്ങൾ നമ്മുടെ surety liability പറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
എങ്ങനെയൊക്കെ ചോദിക്കാം, കേസ് സ്റ്റഡി ആയിട്ട് ചോദിക്കാം, ഡയറക്റ്റ് രീതിയിലും ചോദിക്കാം. കൂടുതലും ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. നോക്കാം. കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി, എന്തൊക്കെ ഗ്യാരണ്ടിയിൽ എത്ര കൈൻഡ്സ് ഉണ്ട്? സ്പെസിഫിക് ഗ്യാരണ്ടി ഉണ്ട്, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഉണ്ട്. സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡെപ്റ്റിൻ്റെ പുറത്ത് കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് സ്പെസിഫിക് ഗ്യാരണ്ടി. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ്റെ പുറത്ത് കുറച്ച് സീരീസ് ഓഫ് ട്രാൻസാക്ഷൻ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഗ്യാരണ്ടിയാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ഓക്കെ. ഈ റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റിവോക്കേഷൻ എന്ന സെക്ഷൻ 130 131 പറയുന്നത്. അതായത് ഇറ്റ് മേ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബൈ ദ ഷുവർട്ടി ആസ് ദ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ ബൈ ഗിവിംഗ് ദ നോട്ടീസ് ടു ക്രെഡിറ്റേഴ്സ്. തേർഡ് വൺ അപ്പോൾ ദ ഡെത്ത് ഓഫ് ദ ഷുവർട്ടി. അതായത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയിലെ റിവോക്കേഷൻ എങ്ങനെ നടക്കുന്നത്? നമ്മുടെ ഷുവർട്ടി, അതായത് ഫ്യൂച്ചറിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് ആണ് എങ്കിൽ അത് നമ്മുടെ ഷുവർട്ടിക്ക് ആ ഒരു കണ്ടിന്യൂ ഗ്യാരണ്ടി റിവോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ അത് എന്തോ ചെയ്യണം, നമ്മുടെ ക്രെഡിറ്റേഴ്സിന് നോട്ടീസ് കൊടുത്താൽ മതി. അതുപോലെ ഷുവറുടെ ഡെത്തോട് കൂടിയും ആ ഒരു ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് എല്ലാം റിവോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി റൈറ്റ്സ് ഓഫ് ഷുവർട്ടി, അതിപ്പം പ്രിൻസിപ്പൽ ഡെപ്റ്റിനെതിരെ ഉള്ളതുണ്ട്, ക്രെഡിറ്ററിനെതിരെ ഉള്ളതുണ്ട്, ഷുവർട്ടിക്കെതിരെ ഉള്ളതുണ്ട്. നമ്മൾ പഠിച്ചത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഒരു ഇത് വെച്ചാൽ നമ്മൾ പഠിച്ചത്. അതായത് നമ്മുടെ ന്യൂ സിലബസിൻ്റെ ഇത് വെച്ചാൽ, ന്യൂ സിലബസിലും ഓൾഡ് സിലബസിലും എല്ലാം ഒരുപോലെ തന്നെ ആ ഒരു ഇത് വെച്ചാൽ നമ്മൾ പഠിച്ചത്. പക്ഷേ ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മുടെ ബികോമിനൊക്കെ പഠിക്കത്തില്ല, ബികോമിന് പഠിച്ച സ്റ്റുഡൻസിനാണ് അറിയാം. നമ്മുടെ KG സാറിൻ്റെ ടെസ്റ്റിൽ അവർ ഇങ്ങനെ ആയിരിക്കും റൈറ്റ് ഓഫ് ഷുവർട്ടി ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നോട്ട്സ് അവരെ കൊടുത്തിരിക്കുന്നത്. ഞാൻ പഠിപ്പിച്ച നോട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റാണ്, അത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ എളുപ്പമെങ്കിൽ ഇത് പഠിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ. അപ്പോൾ റൈറ്റ് ഓഫ് ഷുവർട്ടി പ്രിൻസിപ്പൽ ഡെപ്റ്റിന് എഗനിസ്റ്റ് ഉള്ളതുണ്ട്, ക്രെഡിറ്റിന് എഗനിസ്റ്റ് ഉള്ളതുണ്ട്, കോ ഷുവർട്ടീസിന് എഗനിസ്റ്റ് ഉള്ളതുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഇനി റൈറ്റ് ടു ഷെയർ ബെനിഫിറ്റ് ഓഫ് സെക്യൂരിറ്റീസ്, ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടിയുടെ കാര്യം ഇവിടെ മെയിനായിട്ട് പറഞ്ഞത്. സെക്ഷൻ 130, 131, 133, 134, 135, 139, 141. ഇത് ഞാൻ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ മെയിൻ റിവിഷനെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒന്ന് പൊടിതട്ടി എടുക്കുക, നമ്മൾ പഠിച്ചതിനെ ഒന്ന് പൊടിതട്ടി എടുക്കുക. അതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ പ്രാക്ടീസിലോട്ട് പോകാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ എന്താ? എ ഷുവർട്ടി ഈസ് ഡിസ്ചാർജ് ഫ്രം ഹിസ് ലയബിലിറ്റി വെൻ ദെയർ ഈസ് ഫെയിലിയർ ഓഫ് ദ കൺസ്ട്രക്ഷൻ ബിറ്റ്വീൻ ദ ക്രെഡിറ്റർ ആൻഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഇൻ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. അതായത് നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള കൺസ്ട്രക്ഷൻ ഫെയിലിയർ വരുത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷുവർട്ടി ലയബിലിറ്റി ഡിസ്ചാർജ് പോകും, ഉറപ്പായിട്ടും പോകും. കാരണം ഏതൊരു കോൺട്രാക്റ്റിൻ്റെ എലമെൻ്റ് എന്ന് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ അതിനകത്തൊരു എസൻഷ്യൽ എലമെൻറ്റ്, അതിൽപ്പെട്ടൊരു എസൻഷ്യൽ എലമെൻ്റാണ് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ ഒരു കോൺട്രാക്റ്റ് ഇല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അതിനെ കുറിച്ച് എക്സെപ്ഷണൽ കേസസും ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ എക്സെപ്ഷണൽ കേസസ് ഒന്നും ഇല്ല. ഇവിടെ അതുകൊണ്ട് തന്നെ എന്താ, ഇവിടെ ഒരു കൺസിഡറേഷൻ നമ്മുടെ ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററും തമ്മിൽ ഫെയിലിയർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഉറപ്പാണ് നമ്മുടെ ഷുവർട്ടി ലയബിലിറ്റി ഡിസ്ചാർജ് ആയി പോകും. അതാണ് അവരിവിടെ പറയുന്നത്. According to the Indian Contract Act 1872, consideration is an essential element of any contract. If there is no consideration, there is no contract. In the present case, there is failure of consideration between the creditor and principal debtor. Hence, the surety has no responsibility towards such a contract because it is no contract at all. In such a case, the surety is discharged. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി എന്താ, അത് തന്നെ അവർ 2040 ജൂണിലും അതേ സെയിം ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിന്. നമ്മൾ പിന്നെയും ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ. ഇനി സ്റ്റേറ്റ് ദ സർക്കംസ്റ്റാൻസ് ഇൻ വിച്ച് ഷുവർട്ടി ഈസ് നോട്ട് ഡിസ്ചാർജ്. ഷുവർട്ടി ഡിസ്ചാർജ് ആവാത്ത കുറച്ച് സർക്കംസ്റ്റാൻസ് അവർ പറയുന്നത് സെക്ഷൻ 136, 137, 130 അവർ പറയുന്നത്. ഓക്കെ, അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അതൊക്കെ നിങ്ങൾ തന്നെ മാക്സിമം വർക്കൗട്ട് ചെയ്യും. നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതായത് എന്താ ചോദിച്ചിരിക്കുന്നത്? മിസ്റ്റർ എ, ബി ആൻഡ് സി ആർ ഷുവർട്ടീസ് ടു മിസ്റ്റർ ഡി. അതായത് മിസ്റ്റർ എയും ബിയും സിയും കൂടെ ചേർന്ന് ആരുടെ ഷുവർട്ടിയാണ്? മിസ്റ്റർ ഡി എന്ന് പറഞ്ഞ ക്രെഡിറ്ററിൻ്റെ ഷുവർട്ടിയാണ്. ഓക്കെ, മിസ്റ്റർ ഡി അല്ല ഇവിടെ, മിസ്റ്റർ ഡി ആണ് ഇവിടെ ക്രെഡിറ്റർ. ഫോർ ദ സം ഓഫ് ₹6,000 ലെൻഡ് ടു മിസ്റ്റർ ഇ. അതായത് മിസ്റ്റർ ഇക്ക് വേണ്ടി മിസ്റ്റർ എയും ബിയും സിയും കൂടെ മിസ്റ്റർ ഡി അടുത്ത് ഗ്യാരണ്ടി നിൽക്കും. അപ്പോൾ ഇവിടെ മിസ്റ്റർ എയും ബിയും സിയും ആണ് കോ ഷുവർട്ടീസ് ആണ്. മിസ്റ്റർ ഡി ആണ് ഇവിടുത്തെ ക്രെഡിറ്റർ, മിസ്റ്റർ ഇ ആണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ ഇ ആണെങ്കിൽ ആ ഡ്യൂ ഡേറ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 6,000 രൂപ കൊടുക്കാൻ ഫെയിലിയർ വരുത്തി. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ എ ആണെങ്കിൽ എന്തോ ചെയ്തു, ആ ഒരു ഷുവർട്ടിന്ന് ഡിസ്ചാർജ് ആവുക, ആ ഒരു പേ കൊടുക്കുന്നതിൽ അദ്ദേഹം ഡിസ്ചാർജ് ആയി പോവുക. അങ്ങനെയാണെങ്കിൽ എന്താണ് പറയുന്നത്? അഡ്വൈസ് വെദർ എസ് റൈറ്റ്, എയുടെ റൈറ്റ് എന്താണെന്ന് അവിടെ നമ്മൾ കൊടുക്കുന്നത് നോക്കാം. ഓൾ ഷുവർട്ടിയർ ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ദ ഡെപ്റ്റ്. ഒരു ഡെപ്റ്റിന് എല്ലാ ഷുവർട്ടീസും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. ആസ് ദ ഡെപ്റ്റ് വാസ് ഓഫ് Indian rupees 6,000 ആൻഡ് ദെയർ ആർ 3 sureties. Each surety will be responsible 1/3 of the amount Indian rupees 2,000. Any surety cannot escape from his liability, from his responsibility. ഒരു ഷുവർട്ടിക്കും
ആ ഒരു ലയബിലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. എല്ലാവരും ഈക്വലായിട്ട് ആ ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 6000 ആണെങ്കിൽ ഇവിടെ 3 ഷുവർട്ടീസ് ഉണ്ടെങ്കിൽ ഒരാൾ 2000 രൂപ വെച്ച് ആ ലയബിലിറ്റി ആ ഒരു എമൗണ്ട് ആർക്ക് കൊടുത്തിരിക്കണം? മിസ്റ്റർ ഡിക്ക് കൊടുത്തിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിളാ അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ. Mr. Mitra guarantee payment to Mr. Basu to the extent of Indian rupees 50,000 for the time to time supply of paper Mr. Basu to Mr. Chandran. Basu supply paper to Chandran more than value of Indian rupees 50,000 and Mr. Chandran pay later. Mr. Basu at the request of the Chandran supply paper valued Indian rupees 60,000 that this time Chandran fails to pay, but action Basu cannot take against Mitra. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ കറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായത് മിസ്റ്റർ മിത്ര ഗ്യാരണ്ടി നിൽക്കുകയാണ്. ആർക്കാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്? മിസ്റ്റർ ബസുവിൻ്റെ അടുത്ത് പറയുകയാണ് മിസ്റ്റർ ചന്ദ്രന് കുറച്ച് പേപ്പർ സപ്ലൈ ചെയ്ത് 50,000 രൂപയുടെ പേപ്പർ സപ്ലൈ ചെയ്ത് മിസ്റ്റർ ചന്ദ്രന് നിങ്ങൾ കൊടുക്കണം. മിസ്റ്റർ ചന്ദ്രൻ കൊടുത്തില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരും 50,000 രൂപയുടെ പേപ്പർ. ഇവിടെ എമൗണ്ട് ശ്രദ്ധിച്ചോണം. 50,000 രൂപയ്ക്കാണ് മിസ്റ്റർ മിത്ര ആണെങ്കിൽ ഇവിടെ മിസ്റ്റർ ബാസുവിൻ്റെ അടുത്ത് ഗ്യാരണ്ടി നിൽക്കുന്നത്. മിസ്റ്റർ ചന്ദ്രൻ ആ ഒരു ഫെയിലിയർ വരുത്തുകയാണെങ്കിൽ 50,000 ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ഗ്യാരണ്ടി നിൽക്കും. അപ്പോൾ ഇവിടെ ആര് ഷുവർട്ടി? മിസ്റ്റർ മിത്രയാണ് ഷുവർട്ടി. മിസ്റ്റർ ബാസു ആണ് ഇവിടുത്തെ ക്രെഡിറ്റർ. മിസ്റ്റർ ചന്ദ്രനാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഓക്കെ. ബാസു എന്തോ ചെയ്തു? ചന്ദ്രന് 50,000 രൂപയിൽ കൂടുതൽ പേപ്പറെല്ലാം സപ്ലൈ ചെയ്തു. ചന്ദ്രൻ അത് ആ ഒരു എമൗണ്ട് പേയും ചെയ്തു. ഫെയിലിയർ ഒന്നും വരത്തില്ല. ആ ഒരു എമൗണ്ട് പേ ചെയ്തു. പിന്നീട് മിസ്റ്റർ ബാസു എന്തോ ചെയ്തു? മിസ്റ്റർ ബാസു അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ചന്ദ്രൻ്റെ റിക്വസ്റ്റ് പ്രകാരം 60,000 രൂപ സപ്ലൈസ് പേപ്പർ വാല്യൂ ഇന്ത്യൻ റുപ്പീസ് 60,000 60,000 രൂപയുടെ പേപ്പർ മിസ്റ്റർ ചന്ദ്രൻ്റെ ആവശ്യപ്രകാരം റിക്വസ്റ്റ് പ്രകാരം മിസ്റ്റർ ബാസു ചന്ദ്രന് സപ്ലൈ ചെയ്തു. പക്ഷേ മിസ്റ്റർ ചന്ദ്രൻ ആണെങ്കിൽ ആ ഒരു എമൗണ്ട് 60,000 രൂപയുടെ എമൗണ്ട് ഫെയിലിയർ വരുത്തി. ആ ഒരു ടൈമിൽ ഫെയിലിയർ വരുത്തി. അങ്ങനെ ആണെങ്കിൽ എന്തോ ബട്ട് ആക്ഷൻ ബാസു ക്യാൻ ടേക്ക് എഗനിസ്റ്റ് മിത്രയ്ക്ക് ചന്ദ്രൻ തരാനുള്ള പൈസ ബാസുവിന് ചന്ദ്രൻ തരാനുള്ള ആ എമൗണ്ട് 60,000 രൂപ മിത്രയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? പറ്റും. പക്ഷേ എത്ര വരെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ? 50,000 രൂപ വരെ. കാരണം നമ്മുടെ മിസ്റ്റർ മിത്ര 50,000 രൂപ വരെ ഷുവർട്ടിഷിപ്പ് നിന്നിട്ടുള്ളൂ, ഗ്യാരണ്ടി നിന്നിട്ടുള്ളൂ. അപ്പോൾ 50,000 രൂപ വരെ മിസ്റ്റർ മിത്രയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ ബാസുവിന് പറ്റും. ബാക്കി 10,000 രൂപ ആടെ നിന്ന് റിക്കവർ ചെയ്തെടുക്കണം? നമ്മുടെ ചന്ദ്രൻ്റെ നിന്ന് തന്നെ മിസ്റ്റർ ബാസു റിക്കവർ ചെയ്ത് എടുക്കണം. അതാ ഇവിടെ പറയുന്നത്. ഇൻ ദിസ് കേസ് ഗ്യാരണ്ടി ഗിവൺ ബൈ മിസ്റ്റർ മിത്ര ഈസ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ആൻഡ് അക്കോർഡിംഗ്ലി മിസ്റ്റർ മിത്ര ബീങ് എ ഗ്യാരണ്ടി ഇൻ റുപ്പീസ് 50,000 ഹി ഈസ് ലൈബിൾ ടു മിസ്റ്റർ ബാസു ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഇന്ത്യൻ റുപ്പീസ് 50,000 ഓൺലി. മിസ്റ്റർ ബാസു ക്യാൻ റിക്കവർ ദ ബാലൻസ് എമൗണ്ട് ഫ്രം ചന്ദ്രൻ. അതായത് ബാലൻസ് എമൗണ്ട് ചന്ദ്രൻ കയ്യിൽ നിന്ന് മിസ്റ്റർ ബാസു റിക്കവർ ചെയ്ത് എടുത്തോണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. A contract with B for a fixed price to construct a house for B within stipulated time. B would supply the necessary material to be used in the construction. C guarantee A's performance of the contract. B does not supply the material as per the agreement. Is C discharged from his liability? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അതായത് എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഇതും ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ടാണ്. അതായത് എന്താ പറയുന്നത്? എ കോൺട്രാക്ട് വിത്ത് ബി ഫോർ എ ഫിക്സഡ് പ്രൈസ് ടു കൺസ്ട്രക്ട് എ ഹൗസ് ഫോർ ബി വിത്തിൻ സ്റ്റിപ്പുലേറ്റഡ് ടൈം. ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ ബിക്ക് വേണ്ടി ഒരു ഫിക്സഡ് പ്രൈസിന് ഹൗസ് കൺസ്ട്രക്ട് ചെയ്ത് തരാൻ വേണ്ടി എയും ബി തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. ബിക്ക് വേണ്ടിയാണ് ഇവരൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ബി ആണെങ്കിൽ ആവശ്യമുള്ള നെസസറി മെറ്റീരിയൽസ് എല്ലാം സപ്ലൈ ചെയ്യാൻ ഈ ഒരു കൺസ്ട്രക്ഷന് യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എല്ലാം സപ്ലൈ ചെയ്യാൻ ബി എക്ക് ഉറപ്പും കൊടുക്കുന്നുണ്ട്. സി ഗ്യാരണ്ടി എസ് പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട്. എയുടെ കോൺട്രാക്റ്റിലുള്ള എയുടെ പെർഫോമൻസിന് സി ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട്. ബി ഡസ് നോട്ട് സപ്ലൈ ദ മെറ്റീരിയൽ ആസ് പെർ ദ എഗ്രിമെൻറ്റ്. ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബി ആണെങ്കിൽ മെറ്റീരിയൽസ് ഒന്നും സപ്ലൈ ചെയ്തില്ല, ചെയ്യാമെന്ന് പറഞ്ഞ മെറ്റീരിയൽ സപ്ലൈ ചെയ്തില്ല. അങ്ങനെയാണ് സിയുടെ ലയബിലിറ്റി ഡിസ്ചാർജ് പോവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ആൻസറിലോട്ട്. ഇൻ ദിസ് കേസ് സി ഈസ് ഷുവർട്ടി ഫോർ ദ എസ് പെർഫോമൻസ്. എയുടെ പെർഫോമൻസ് സി ഷുവർട്ടി ആയിട്ട് നിൽക്കും. ഈ ഒരു കേസിൽ പെർഫോമൻസ് ഓഫ് എ ഡിപ്പെൻഡ് ഓൺ ദ സപ്ലൈ ഓഫ് മെറ്റീരിയൽ ബൈ ബി. അതായത് എയുടെ പെർഫോമൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക? നമ്മുടെ ബി സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയലിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. ബി ഡസ് നോട്ട് സപ്ലൈ ദ റിക്വയർഡ് മെറ്റീരിയൽ വിച്ച് മേക്ക് എ അണേബിൾ ടു പെർഫോം ഹിസ് പാർട്ട് ഓഫ് ദ കോൺട്രാക്ട്. അതായത് ബി ഈ ഒരു കേസ് നമ്മുടെ കേസിൽ ഈ ഒരു
ക്വസ്റ്റ്യനിൽ ബി ആണെങ്കിൽ തരാമെന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ എക്ക് ഈ ഒരു കോൺട്രാക്റ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 134 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് 1872, ദ ഷുവർട്ടി ഈസ് ഡിസ്ചാർജ്ഡ് ബൈ എനി കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ക്രെഡിറ്റർ ആൻഡ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ by which the principal debtor is released, or by any act or omission of the creditor, the legal consequence of which is the discharge of the principal debtor. In this given case, B omitted to supply the necessary material, hence he is discharged from his liability. അതായത് ബി ഇവിടെ മെറ്റീരിയൽ നെസസറി ചെയ്യുന്ന കാര്യം ഒമിറ്റ് ചെയ്യുമ്പോൾ, ഈ ഒരു കേസ് ഒമിറ്റ് ചെയ്യുമ്പോൾ സിക്ക് അദ്ദേഹത്തിൻ്റെ ലൈബിലിറ്റി, അതായത് ഷുവർട്ടിയെ സിക്ക് അദ്ദേഹം ലൈബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതി നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ എത്തിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്തായിരിക്കും നമ്മൾ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സബ്ജക്റ്റിന് മാത്രമല്ല, നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ബന്ധപ്പെട്ട എല്ലാ നോട്ട്സും അതിനകത്തായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാവരും അതിനകത്ത് മാക്സിമം ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നോട്ട്സും MCQs ഒക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു റിവിഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതിന് ഒരു പാർട്ടുണ്ടായിട്ട് നമ്മൾ വരും. അതോടെ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് റിവിഷൻ അങ്ങ് അവസാനിക്കും. ഓക്കെ, പിന്നെ ഒരു പാർട്ടും കൂടെ കാണും. എല്ലാവരും ഈ ഒരു 2 പാർട്ട് ക്ലിയറായി പഠിക്കും. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മാത്രമല്ല, നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ആയിട്ട് പറയാവുന്നതാണ്. അപ്പം അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.